എല്ലാവർക്കും വീണ്ടും സ്നേഹവന്ദനം. ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും ഇങ്ങനെ കാണാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച ഹോമിലിറ്റിക്സ് അഥവാ പ്രസംഗശാസ്ത്രം എന്ന വിഷയമാണ് നമ്മൾ ഈ ആഴ്ചയിലും തുടരാനായിട്ട് പോകുന്നത്. തുടക്കത്തിൽ പ്രിയ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ വളരെ പരിമിതമായ സമയമാണ് നമുക്ക് ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ ലഭിച്ചിട്ടുള്ളത്. എങ്കിലും ലഭ്യമായ സമയത്തിനകത്ത് നിന്നുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാനായിട്ടുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ട് എൻ്റെ മുമ്പിലുള്ള ഒരു കാര്യം, എന്താണെങ്കിലും ഇപ്പൊ നാളെ കൊണ്ട് നമ്മുടെ ക്ലാസ് തീരും. ഇന്ന് ഇപ്പൊ ഞാൻ നാളെ നിങ്ങളോടൊരു പ്രസംഗം തയ്യാറാക്കി കൊണ്ടുവന്ന് ഇവിടെ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് എനിക്കറിയാം. 5 മിനിറ്റ് ആണെന്നുണ്ടെങ്കിലും 10 മിനിറ്റ് ആണെന്നുണ്ടെങ്കിലും. അപ്പോൾ സാധിക്കുന്ന ഏതെങ്കിലും തരത്തിൽ സാധ്യമാകുന്ന ഒരു കാര്യം എന്നുള്ളത് ഞാൻ ഇവിടെയുള്ള അധ്യാപകരുമായിട്ട് സംസാരിച്ച് തുടർന്നുള്ള ദിവസങ്ങളിൽ അത് ക്രമീകരിക്കാനായിട്ടുള്ള ഒരു പ്ലാനാണ് എൻ്റെ മനസ്സിനകത്തുള്ളത്. എന്നാൽ നാളത്തേക്ക് നിങ്ങൾക്ക് ഒരു ചെറിയ അസൈൻമെന്റ് തന്നുവിടണം എന്ന് എൻ്റെ മനസ്സിനകത്ത് ആഗ്രഹമുണ്ട്. അത് ഈ ക്ലാസിന്റെ ഒടുവിലത്തെ സമയത്തേക്ക് ഞാൻ നിങ്ങളോട് പറയാം. അത് പ്രസംഗിക്കാനൊന്നും അല്ല, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. അത് നിങ്ങൾക്ക് നാളെ ചെയ്തു കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്നാൽ തുടർന്നുള്ള ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റിൽ താഴെയോ ഒരു സന്ദേശം കൊടുക്കാനായിട്ട് നിങ്ങൾ ഒരുങ്ങേണ്ടി വരും. അത് പിന്നീട് എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഒരുങ്ങി ഇവിടെയുള്ള അധ്യാപകരുടെ മുൻപിൽ നിങ്ങളത് അവതരിപ്പിച്ചാലും മതി. ഞാൻ വേഗണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നതായിരിക്കുന്ന പല കാര്യങ്ങളും അത് നല്ല നിലയിൽ വിലയിരുത്താനായിട്ടും അത് ആ നിലയിൽ ഉൾക്കൊള്ളാനായിട്ടും അല്ലെങ്കിൽ ആ നിലയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതായിരിക്കുന്ന പല അധ്യാപകര് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഏതു സമയവും അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് അത് വ്യക്തമായ നിലയിൽ പരിശോധിക്കാനായിട്ടും നിങ്ങൾക്ക് അതിന് തക്കവണ്ണമുള്ള ഗ്രേഡ് അല്ലെങ്കിൽ മാർക്ക് തരാനായിട്ടും ആ നിലയിൽ സാധിക്കും. അതിന് ഒരാൾ ഇവിടെ നിന്ന് ഈ ആളുകളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണമെന്നില്ല. സമയം പോലെ അത് പിന്നാലെ ചെയ്താലും മതിയാകും. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചില പ്രധാനപ്പെട്ട പാഠങ്ങൾ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചത് എന്താണ് പ്രസംഗം എന്നുള്ളതായിരുന്നു. അതിന് വേണ്ടതായിരിക്കുന്ന ഒരു പ്രസംഗം, അതിന് വേണ്ടതായിരിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്, ഇത് പ്രസംഗത്തിന് വേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. ഞാനത് വിശദമാക്കി പറയാനായിട്ട് ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. ഒരു പ്രസംഗകൻ വേണം, ഒരു സന്ദേശം വേണം, ഒരു രീതി വേണം, അതിനുവേണ്ടി ഒരു പ്രേരണയും അതിന് ഒരു യഥാർത്ഥമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടും വേണം എന്നുള്ളത് നാം പറയുകയുണ്ടായി. ശരിയായ കാഴ്ചപ്പാടും ശരിയായ രീതിയിലും അല്ലാതെ ഒരു പ്രസംഗം തയ്യാറാക്കി അവതരിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, വെറുതെ ഒരു ധ്യാനചിന്ത പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു വേദപുസ്തകത്തിലുള്ളതായിരിക്കുന്ന ഒരു ആശയം മറ്റുള്ളവർക്ക് മനസ്സിലാക്കത്തക്ക നിലയിൽ വിവരിച്ചു കൊടുക്കുന്നതോ മാത്രമല്ല ഒരു പ്രസംഗം എന്ന് പറയുന്നത്. അത് വളരെ ഉചിതമായിട്ട് ചിട്ടയായി ക്രമമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ്. അത് ശ്രോതാക്കളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന നിലയിലേക്ക് ആ ഒരു ലക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ആ പ്രസംഗം ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ പ്രസംഗം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചിന്ത അത് നന്നായിട്ട് അവതരിപ്പിക്കണം എന്നുള്ളത് മാത്രമാണ്. എൻ്റെ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ ഞാൻ പ്രസംഗിച്ചത് നന്നായി എന്ന് കേൾവിക്കാർ പറയണം എന്നുള്ള ലക്ഷ്യമാണ് പലപ്പോഴും പ്രസംഗകനുള്ളത്. നല്ല കാര്യമാണ്, നമ്മുടെ പ്രസംഗം നല്ലതാണെന്ന് കേൾക്കുന്നത് പ്രസംഗിക്കുന്നവന് സന്തോഷമാണ്, അതൊരു പ്രോത്സാഹനമാണ്. പക്ഷേ അനാവശ്യമായിട്ടുള്ള നിലയിലുള്ള പ്രോത്സാഹനം ആ വ്യക്തിയെ നശിപ്പിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, വളരെ സത്യസന്ധമായി നമ്മളെ കാര്യങ്ങളെ കുറിച്ച് പറയാനായിട്ട് അറിയാവുന്ന ആൾക്കാരുടെ അഭിപ്രായം മാത്രം നമ്മൾ കേട്ടാൽ മതി. ചിലർ വെറുതെ നമ്മെ സന്തോഷിപ്പിക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. സത്യസന്ധമായിട്ട് നമ്മളോട് കാര്യങ്ങൾ പറയുന്ന ആളുകളുടെ ചിന്താഗതികൾ കേട്ട് ആ കാര്യങ്ങൾ വിലയിരുത്താനായിട്ട് നമുക്ക് സാധിക്കണം. മാത്രമല്ല, കേൾവിക്കാർക്ക് ഒരു മാനസാന്തരം, അവരുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം, മാനസാന്തരം എന്നുള്ളതിനേക്കാൾ കുറെ കൂടെ നല്ല ഒരു പദപ്രയോഗം രൂപാന്തരം എന്നുള്ളതാണ്. കേൾവിക്കാർക്ക് ഒരു രൂപാന്തരം സംഭവിക്കുന്ന നിലയിൽ അവരുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഒരു നല്ല പ്രസംഗകന്റെ ലക്ഷണം എന്നുള്ളത്. അത് തന്നെയാണ് നാം ആവശ്യമായിട്ടിരിക്കുന്നത്. 2, നാം പറഞ്ഞത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, ഒരു പ്രസംഗത്തിന്റെ ഉദ്ദേശം എന്താണ്, ദ പർപ്പസ് ഓഫ് പ്രീച്ചിങ്. ഒരാൾ പ്രസംഗിക്കുന്നു, അതിന്റെ ഉദ്ദേശം എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പറയുകയുണ്ടായി. 3ാമത് പ്രസംഗത്തിനുള്ളതായിരിക്കുന്ന ഒരു വിളിയെക്കുറിച്ച് നാം ഓർക്കുകയുണ്ടായി.
എല്ലാവരെയും പ്രസംഗിക്കാനായിട്ട് വിളിച്ചിട്ടില്ല എന്നുള്ളത് ഈ കേൾവിക്കാരായിരിക്കുന്ന നിങ്ങൾ എല്ലാവരും പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ പ്രസംഗശാസ്ത്രം പഠിക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രസംഗശാസ്ത്രം പഠിക്കുന്നത് കൊണ്ട് ഒരാളെ, അത് ഏറ്റവും ചെറിയ നിലയിലാണെങ്കിൽ ചെറിയ നിലയിൽ മുതൽ ഏറ്റവും വലിയ നിലയിൽ വരെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടുള്ള ചില രീതികളാണ് നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരാളോട് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോട് നാം ഏതൊരു കാര്യം സംസാരിക്കുമ്പോഴും ഈ പറയുന്ന നിയമങ്ങളും തത്വങ്ങളും ഒക്കെ പാലിക്കേണ്ടത് ആവശ്യമാണ്. ഒരു പ്രസംഗം നടത്തുക എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ആശയവിനിമയം നടത്തുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനും ഇതൊക്കെ കുറെയൊക്കെ ആവശ്യമാണ്. എല്ലാ നിലയിലും ഇത് പ്രയോജനപ്പെടും. പക്ഷെ ഞാൻ പറയുന്നത് ആധികാരികമായിട്ട് ദൈവവചനം പഠിപ്പിക്കാനായിട്ടും പ്രസംഗിക്കാനായിട്ടും ദൈവം ചില ആൾക്കാരെ പ്രത്യേകമായിട്ടുള്ള നിലയിൽ വിളിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെയും ആവർത്തിച്ച് പറയുന്നു, ഈ പ്രസംഗപീഠം എല്ലാവർക്കും കൊടുക്കാനുള്ളതല്ല. എല്ലാവരും കയറി ഈ നിലയിൽ ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു ശുശ്രൂഷയുമല്ല പ്രസംഗം എന്ന് പറയുന്നത്. അതിനൊരു ദൈവികമായിരിക്കുന്ന വിളി ആവശ്യമാണ്. ദൈവാത്മാവിന്റെ നടത്തിപ്പ് അതിനാവശ്യമാണ്. അങ്ങനെ ദൈവാത്മാവ് ഒരു വ്യക്തിയെ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് നിയോഗിക്കുന്നു, അതിനുവേണ്ടി വിളിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് ഏത് നിലയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അത് മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ പാഠത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കാനായിട്ട് ഇടവന്നത്. അതുപോലെ മറ്റ് പല കാര്യങ്ങളും നമ്മൾ അതിനോടുള്ള ബന്ധത്തിലൊക്കെ ചിന്തിച്ചു. പിന്നീട് അവസാനം പറഞ്ഞു നിർത്തിയത്, ഞാൻ അതിന്റെ എല്ലാ വശങ്ങളിലേക്കും ഒക്കെ ഇപ്പൊ പോകുന്നില്ല. പ്രസംഗിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും എന്നുള്ളത് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത്. ചില കാര്യങ്ങൾ ചെയ്യണം, ചില കാര്യങ്ങൾ ചെയ്യരുത്. കുറെ അധികം കാര്യങ്ങളുണ്ട്. അതൊന്നും ഞാൻ തന്നെ ആവർത്തിക്കാനായിട്ട് ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്നതായിരിക്കുന്ന പോയിന്റുകളൊക്കെ എഴുതി വെച്ചതോ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഒരു പ്രസംഗം തയ്യാറാക്കി അവതരിപ്പിക്കുകയാണെങ്കിൽ ആ പ്രസംഗത്തിന്റെ അവതരണത്തിൽ ഈ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ടും ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുമ്പോൾ കുറെയൊക്കെ ആ കാര്യങ്ങൾ നമുക്ക് പ്രയോജനപ്രദമായിട്ട് തീരും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറഞ്ഞതായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് വാസ്തവത്തിൽ കിടക്കാനായിട്ട് ഉദ്ദേശിച്ചതായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് വിവിധ തരം പ്രസംഗങ്ങൾ എന്നുള്ളതാണ്. അതിലേക്ക് വരുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ നാളത്തെ ക്ലാസ്സും കൊണ്ട് ഇതിന്റെ ഈ തിയറി പാർട്ട് ഏകദേശം ഒന്നങ്ങ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള താല്പര്യം എൻ്റെ മനസ്സിനകത്ത് ആ നിലയിൽ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നതായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രസംഗം എങ്ങനെയാണ് വിജയകരമാക്കാനായിട്ട് നമുക്ക് കഴിയുന്നത്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ അതിനെ വേറൊരു തരത്തിൽ പറയാനായിട്ട് ശ്രമിച്ചാൽ, ഒരു പ്രസംഗം സക്സസ്ഫുള്ളായി അല്ലെങ്കിൽ ഒരു പ്രസംഗം നന്നായി, എങ്ങനെയുള്ള പ്രസംഗങ്ങളാണ് നല്ല പ്രസംഗം എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. എല്ലാ പ്രസംഗങ്ങളെയും നല്ല പ്രസംഗം എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. ചില പ്രസംഗങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോ ഒരു രസമായിട്ടൊക്കെ തോന്നി എന്ന് വരാമെങ്കിലും എല്ലാ പ്രസംഗങ്ങളും ഒരു നല്ല പ്രസംഗമെന്നോ അല്ലെങ്കിൽ ആ പ്രസംഗത്തിന്റെ ഉദ്ദേശം ഫലകരമായി എന്നോ നമുക്ക് പറയാനായിട്ട് കഴിയില്ല. ചില പ്രസംഗങ്ങൾ നന്നാവും, ചില പ്രസംഗങ്ങൾ മോശമാകും. എന്നാൽ കേൾവിക്കാരൻ ഇന്നത്തെ പ്രസംഗം അത്ര നന്നായില്ല എന്ന് പറയുന്നതിനനുസരിച്ചിട്ടല്ല ഒരു പ്രസംഗം വിജയകരമായോ അല്ലയോ എന്നുള്ളത് നിശ്ചയിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഒരു പക്ഷെ കേട്ടിരിക്കുന്ന ആളുകൾക്ക്, ചിലർക്ക്, ഒരാള് അല്ലെങ്കിൽ രണ്ടുപേര് ഇന്നത്തെ പ്രസംഗം നന്നായില്ല എന്ന അഭിപ്രായം പറഞ്ഞതുകൊണ്ടല്ല, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അഭിപ്രായത്തിനനുസരിച്ചല്ല ഒരു പ്രസംഗം നന്നായോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഇത് നേരെ മറിച്ച് ഒന്നോ രണ്ടോ പേര് ഇന്നത്തെ പ്രസംഗം നല്ലതായിരുന്നു എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലും അല്ല ഒരു പ്രസംഗം നന്നായി അല്ലെങ്കിൽ ഒരു നല്ല പ്രസംഗമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക. ഞാനൊരു കാര്യം ഞാൻ പറയാം. അതായത് ഇപ്പം ഞാൻ വിലയിരുത്തുന്നതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്നല്ല പറഞ്ഞു വരുന്നത്. ഞാൻ വിലയിരുത്തുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്നല്ല പറഞ്ഞു വരുന്നത്.
ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരു പ്രസംഗം കേൾക്കാനായിട്ട് പോകുന്നു. ഞാൻ ആ പ്രസംഗം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ ഈ പ്രസംഗത്തെക്കുറിച്ച് ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട്. അത് നിങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. ഒരു പ്രസംഗം കഴിഞ്ഞ് ഒരു സ്ഥലത്ത് ഒരു പ്രസംഗം ഈ പ്രസംഗകന് മാർക്ക് ഇടുക എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണല്ലോ, അല്ലേ? അതൊരു സഭയിലാണെന്നുണ്ടെങ്കിലും എവിടെ പുറത്ത് കൺവെൻഷന് പോയാലും അതിന് മാർക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാന പണിയാണ്. അപ്പൊ അത് നോക്കി പ്രസംഗം നടത്താനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാവും. അപ്പം ഞാൻ പറഞ്ഞത്, സാധാരണ നമ്മൾ ചെയ്യാറുള്ള ഒരു കാര്യമാണ് പ്രസംഗത്തെ ഒന്ന് വിലയിരുത്തുക. ഇതിൽ സാധാരണ സംഭവിക്കാറുള്ള ഒരു കാര്യം ഞാൻ പറയുക. എൻ്റെ ഭാര്യ ചില സമയങ്ങളിലൊക്കെ പറയും, ഇന്നത്തെ പ്രസംഗം ഒരു സുഖമായില്ല, ഒന്നിനും ഒരു സുഖമായില്ല, അത്ര നല്ലതല്ലായിരുന്നു എന്ന് പറയുമ്പം എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിന്ത നേരെ മറിച്ചാണ്. ഞാൻ പറയും, ഇന്നത്തെ പ്രസംഗത്തിന് എന്തായിരുന്നു കുഴപ്പം? നല്ല മെസ്സേജ് ആയിരുന്നു എന്ന് നേരെ തിരിച്ചും സംഭവിച്ചിട്ടുണ്ട്. ഒരു പ്രസംഗം കഴിഞ്ഞിട്ട് വരുമ്പോൾ എൻ്റെ ഭാര്യ പറയും, ഇന്നത്തെ മെസ്സേജ് വളരെ നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത്, ആ പറയുന്നതിന് നേരെ തിരിച്ചു പറയുന്നതല്ല. ചിലത് ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഇന്നത്തെ പ്രസംഗം നല്ലതായിരുന്നു എന്ന് പറയും, ചിലത് രണ്ടും മോശമായിരുന്നു എന്ന് പറയും. ചിലപ്പോൾ നേരെ തിരിച്ച അഭിപ്രായം വരാറുണ്ട്. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്തത്. അവള് പറയും ഇന്നത്തെ പ്രസംഗം നല്ലതായിരുന്നു എന്ന്, ഞാൻ പറയും മോശമായിരുന്നു എന്ന്. അപ്പൊ അവള് പറയും മോശമായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറയും നല്ലതായിരുന്നു എന്ന്. ഇപ്പൊ ഇതുപോലെ ഉള്ളതായിരിക്കുന്ന നിലയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കടന്നു വരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരു വ്യക്തി എങ്ങനെയാണ് ആ പ്രസംഗത്തെ വിലയിരുത്തുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ആ പ്രസംഗത്തെ വിലയിരുത്തുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഒരേ കാര്യങ്ങൾ, ഒരേ അളവുകോൽ വെച്ചല്ല ഞങ്ങൾ രണ്ടുപേരും ആ പ്രസംഗത്തെ വിലയിരുത്താനായിട്ട് ശ്രമിച്ചത്. ഒരേ അളവുകോൽ വെച്ചാണ് ഈ പ്രസംഗത്തെ വിലയിരുത്താനായിട്ട് ശ്രമിച്ചതെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ അഭിപ്രായം വരും. ആ വ്യക്തി പറയുന്നത് ഇന്നത്തെ മോശമാണെന്ന് പറഞ്ഞാൽ അതേ അളവുകോൽ വെച്ചാണ് ഞാനും അളക്കുന്നതെങ്കിൽ ഞാനും പറയും ഇന്നത്തെ പ്രസംഗം മോശമായിരുന്നു എന്ന് പറയും. ഇനി ഒരാളെ പ്രസംഗം മോശമാക്കാൻ വേണ്ടിയിട്ടല്ല ഈ പറയുന്നത്. എന്നാൽ നമ്മൾ പറയുന്നതായിരിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഈ സാങ്കേതികത്വം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. സാങ്കേതികത്വം ഒരു പരിധി വരെയൊക്കെ നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കണം. എന്നാൽ ആ സാങ്കേതികത്വത്തിനപ്പുറത്തേക്ക് പോകുന്ന ചില ഘടകങ്ങളുണ്ട് ഒരു പ്രസംഗത്തിനകത്ത്. അതാണ് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത്, നമ്മളിപ്പം എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയുമായിട്ടൊക്കെ ക്രമീകരിച്ച് ചിലപ്പോൾ ഈ നിയമങ്ങൾക്കൊക്കെ അനുസരിച്ച് പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും ഹൃദയത്തിൽ ചലനം ഉണ്ടാക്കിയില്ല എന്നും വരാം. നമ്മൾ അത് വ്യക്തമായിട്ട് പ്രാർത്ഥിച്ച് ദൈവാത്മാവിന്റെ നിറവിലല്ല ആ പ്രസംഗം തയ്യാറാക്കുന്നതെങ്കിൽ ഇതൊന്നും ഫലകരമായിട്ട് തീരില്ല. അപ്പോ ഈ പ്രാർത്ഥനയും ദൈവത്തിന്റെ സന്നദ്ധിയിൽ വിനയത്തോടെ ഇരുന്ന് ശരിയായ ഉദ്ദേശത്തോടുകൂടെ ശരിയായ ലക്ഷ്യം കൈവരിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ പ്രസംഗിക്കുന്നുവെങ്കിൽ ആ പ്രസംഗം നല്ല ഒരു പ്രസംഗമായിട്ട് തീരും. അതിന് സംശയമൊന്നുമില്ല, അത് ഫലകരമായിട്ടും തീരും. എന്നാൽ അല്ലാതെ നമ്മൾ ഈ മെത്തേഡ് അഥവാ സാങ്കേതികത്വം മാത്രം നോക്കി ഈ കാര്യത്തിൽ പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫലകരമാകണമെന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നതായിരിക്കുന്ന കാര്യത്തിലേക്ക് മടങ്ങി വരട്ടെ. അതായത് ഒരേ അളവുകോൽ വെച്ചിട്ടാണ് അളക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ അഭിപ്രായമായിരിക്കും. പക്ഷേ അങ്ങനല്ല പലപ്പോഴും സംഭവിക്കുക. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും, ഒരാൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ആ പ്രസംഗത്തിൽ ആ വ്യക്തി ഉപയോഗിച്ചതായിരിക്കുന്ന ശബ്ദം, ആ ശബ്ദത്തിലുള്ളതായിരിക്കുന്ന വ്യതിയാനം, അല്ലെങ്കിൽ ആ പ്രസംഗത്തിന്റെ ഒരു ശൈലി, ഇതൊക്കെയാണ് പല ആളുകളും ശ്രദ്ധിക്കുന്നത്. നോക്കുക, ഒരാള് എത്ര നല്ല കാര്യമാണ് പ്രസംഗിച്ചതെങ്കിലും ചില പ്രസംഗത്തിന് ചില ശൈലി ഉണ്ടല്ലോ, ഇല്ലേ? ഇപ്പം ഒരു ബൈബിൾ ക്ലാസ് ഒരാൾ എടുക്കുന്നത് പോലെയല്ല ഒരു കൺവെൻഷന് പ്രസംഗിക്കുന്നത്. ഒരു ബൈബിൾ ക്ലാസ് എടുക്കുന്ന അല്ലെങ്കിൽ ഒരു സഭയ്ക്കകത്ത് ഒരു മെസ്സേജ് കൊടുക്കുന്നത് പോലെയല്ല ഒരു സുവിശേഷ പ്രസംഗം നടത്തുന്നത്. ഈ ഓരോ പ്രസംഗങ്ങൾക്കും അതിൻ്റെതായിരിക്കുന്ന ഒരു ശൈലിയുണ്ട്. ആ ശൈലി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരേ ശൈലിയല്ല, പക്ഷെ പൊതുവായിട്ട് നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ഒരു ശൈലിയുണ്ട്. ആ ഒരു ശൈലി മാത്രം ശ്രദ്ധിക്കുന്നവർക്ക് ചിലപ്പോൾ ചില സന്ദേശങ്ങളൊക്കെ, ഇന്നത്തെ പ്രസംഗം ഭയങ്കരമായിട്ടൊക്കെ ശബ്ദമുയർത്തി ചിലപ്പോൾ ഒരു ഹല്ലേലൂയൊക്കെ പറഞ്ഞ് സ്തോത്രമൊക്കെ പറഞ്ഞ് പുൽപ്പിറ്റിനൊക്കെ 2 ഇടിയൊക്കെ ഇടിച്ച്
ആകെപ്പാടെ ഒന്ന് ഇളക്കി ഒന്ന് മറിച്ച് ഒരു പ്രസംഗമൊക്കെ നടത്തി കഴിയുമ്പോൾ ചില ആൾക്കാർക്ക് അതായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്ന പ്രസംഗം എന്ന് പറയുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം, ഞാൻ ആളെ അല്ലെങ്കിൽ സ്ഥലമൊന്നും പറയുന്നില്ല, ഒരാൾക്കൊരു വിഷയം കൊടുത്തു പ്രസംഗിക്കാനായിട്ട്. ഒരാൾക്കൊരു വിഷയം കൊടുത്തിട്ട് ആ വിഷയത്തിലാണ് ആ വ്യക്തി പ്രസംഗിക്കുന്നത്. ആ പ്രസംഗം തുടക്കം മുതൽ തീരുന്നത് വരെ വളരെ ശ്രദ്ധയോടുകൂടെ കേട്ടിരുന്ന ഒരാളാണ് ഞാൻ. ആ വിഷയം കേട്ടപ്പോൾ ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടെയാണ് ആ പ്രസംഗം കേൾക്കാനായിട്ട് പോയിരുന്നത്. പക്ഷെ നിരാശനായിട്ടാണ് ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഞാൻ പോരേണ്ടി വന്നത്. കാരണം അദ്ദേഹം പ്രസംഗിക്കാൻ അറിയാൻ പാടില്ലാത്ത ആളല്ല, പേര് എടുക്കാത്തതായിരിക്കുന്ന ആളുമല്ല, നല്ലൊരു പ്രസംഗകനായിട്ട് പേരെടുത്ത ഒരാളുമാണ്. അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വമായിട്ട് ഞാൻ ആ വ്യക്തിയുടെ പേര് പറയാത്തത്, സ്ഥലവും പറയാത്തത്. അപ്പോൾ വിഷയം കൊടുത്തു, അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം പ്രസംഗിച്ചതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ പ്രയോജനപ്പെടുന്ന ഒത്തിരി കാര്യങ്ങൾ ആ പ്രസംഗത്തിനകത്തുണ്ടായിരുന്നു. ഒത്തിരി കാര്യങ്ങള് പ്രയോജനപ്പെടുന്ന, മനുഷ്യന് പ്രയോജനപ്പെടുന്നതായിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നിരാശനാകാനായിട്ടുള്ള കാരണം എന്താണെന്ന് അറിയാമോ? ഈ വിഷയം നേരത്തെ തന്നെ പറയുണ്ടായിരുന്നു. അതായത് ഇന്ന വിഷയമാണ് പ്രസംഗിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് തുടക്കത്തിലെ തന്നെ അനൗൺസ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന്, പ്രത്യേകിച്ച് ഈ വിഷയം എനിക്ക് താല്പര്യമുള്ളതായിരിക്കുന്ന ഒരു വിഷയം ആയിരുന്നതുകൊണ്ടും ഇപ്പോൾ ഈ വിഷയത്തിൽ എന്തെങ്കിലും സംസാരിക്കും എന്നുള്ള പ്രതീക്ഷയില് ഈ പ്രസംഗം തീരുന്നത് വരെ ഇരുന്നു. പക്ഷെ ആ വിഷയത്തിലേക്ക് ഈ വ്യക്തി വന്നില്ല. ഞാൻ നിരാശനാകാനായിട്ടുള്ള കാരണം അതാ. ഒരു വിഷയവും അവിടെ അവതരിപ്പിക്കാതിരുന്നെങ്കിൽ, അഥവാ ഈ വിഷയത്തിലാണ് ഇന്ന് ഇത് പ്രസംഗിക്കാനായിട്ട് പോകുന്നത് എന്ന് പറയാതിരുന്നെങ്കിൽ, ഒരുപക്ഷെ അത് നമ്മുടെ ഹൃദയത്തിൽ ആ ആഗ്രഹം അല്ലെങ്കിൽ ആ പ്രതീക്ഷ നമുക്കുണ്ടാവില്ല. ഇത് നോക്കി ഇത് എപ്പോ വരും എന്നുള്ളത് പ്രതീക്ഷിച്ച് നമ്മൾ ഇരിക്കില്ല. അപ്പൊ ഇത് ഈ വിഷയം പറയുകയും ചെയ്തു, അത് വരാൻ വേണ്ടി നോക്കിയിരിക്കുകയും ചെയ്തതുകൊണ്ട് നമ്മൾ നിരാശനായി. അപ്പൊ ഞാൻ പറയുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രസംഗത്തെ ഞാൻ വിലയിരുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുക? അദ്ദേഹത്തിനൊരു വിഷയം കൊടുത്തു, അദ്ദേഹം ആ വിഷയത്തിലേക്ക് വന്നില്ല. പല കാര്യങ്ങൾ പറഞ്ഞു, പല ആളുകൾക്ക് പ്രിയപ്പെടുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന, ആളുകൾക്ക് പല നിലകളിലൊക്കെ കാര്യങ്ങൾ പ്രയോജനപ്പെടുന്നതായിരിക്കുന്ന പല കാര്യങ്ങൾ ആ പ്രസംഗത്തിനകത്ത് പറഞ്ഞു. ഞാൻ ഈ പ്രസംഗം കഴിഞ്ഞപ്പം ഒരാളോട് ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞത് നല്ല പ്രസംഗമായിരുന്നു എന്നാണ്. അതാണ് ഞാൻ ഇത് പറയാനുള്ള ഒരു കാരണം. ഇന്നത്തെ മെസ്സേജ് നല്ല മെസ്സേജ് ആയിരുന്നു എന്ന് ആ വ്യക്തി അഭിപ്രായം പറഞ്ഞു. ഞാൻ അതിനെ തിരുത്താനും പോയില്ല. എന്തിനാ ഞാൻ തിരുത്തുന്നേ? ആ വ്യക്തിയുടെ അടുത്ത് ഇന്നത്തെ അദ്ദേഹം നല്ല പ്രസംഗമാണ് എന്നുള്ള നിലയിൽ സന്തോഷിച്ചിരിക്കുന്ന ആ വ്യക്തിയെ ഞാൻ പോയിട്ട് ഇന്നത്തെ പ്രസംഗം മോശമായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെയും കൂടെ നിരാശപ്പെടുത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ വേണ്ടാത്തൊരു അനാവശ്യമായിട്ടുള്ള ഒരു കമന്റ് അവിടെ പറയേണ്ടതായിരിക്കുന്ന ഒരു ആവശ്യം എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ വ്യക്തിയെ തിരുത്താനും പോയില്ല. എന്റെ മനസ്സിൽ പക്ഷേ ഈ ഒരു കാര്യമാണ് അനുഭവപ്പെട്ടത്. ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള, അല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ളതെന്നല്ല, ലളിതമായിട്ടുള്ള കാര്യം. നിസ്സാരമല്ല, ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ തന്നെ ഇതിനെ വളരെ ഗൗരവത്തിൽ എടുക്കുകയും വേണം. എങ്ങനെയാണ് ഒരു പ്രസംഗം വളരെ വിജയകരമായിട്ടുള്ള പ്രസംഗം എന്ന് പറയാനായിട്ട് കഴിയുന്നത്? ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, ഒരു പ്രസംഗം ദൈവവചനത്തോട് കൂറ് പുലർത്തുമ്പോഴാണ് അത് നല്ല പ്രസംഗമായിട്ട് മാറുന്നത്. ദൈവവചനത്തോട് കൂറ് പുലർത്തി പ്രസംഗിക്കുമ്പോഴാണ് അത് നല്ല ഒരു പ്രസംഗമായിട്ട് മാറുന്നത്. ഞാനൊരു കാര്യം വളരെ ഗൗരവത്തോടുകൂടെ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ വ്യാഖ്യാനശാസ്ത്രം പഠിച്ചിട്ടുള്ളവരാണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഇന്ന് പൊതുവെ ഞാൻ ഈ സാധിക്കുന്ന സമയത്ത് ഇത് ഏതെങ്കിലും പ്രത്യേകമായിരിക്കുന്ന സഭകളെയോ അല്ലെന്നുണ്ടെങ്കിൽ സമൂഹത്തെയോ മനസ്സിൽ വെച്ചുകൊണ്ടല്ല പറയുന്നത്. എന്നാൽ അനേക പ്രസംഗകര് ഇന്ന് ദൈവവചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത നിലയിലുള്ളതായിരിക്കുന്ന പല കാര്യങ്ങളുമാണ് ഓരോ പ്രസംഗത്തിനകത്ത് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത്. ചിലര് ഈ പ്രസംഗം, അതായത് ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ബൈബിൾ എന്ന് പറയുന്നതായിരിക്കുന്ന ഈ പുസ്തകം ഉണ്ടല്ലോ, ഇത് മനുഷ്യന്റെ ഭാഷയിൽ ദൈവത്തിന്റെ ആത്മാവ് എഴുതി തന്നത് എന്തിനാ? ഇത് നമ്മുടെ ഭാഷയിൽ
അഥവാ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ. ഇത് എഴുതിയത് പഴയ നിയമം എബ്രായ ഭാഷയിലാണെന്ന് നമുക്കറിയാം, പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലുമായിരുന്നു. ഇത് രണ്ടും ഈ രണ്ട് ഭാഷ ദൈവം തിരഞ്ഞെടുക്കാനായിട്ട് അതിന് ഭാഷാപരമായിട്ടുള്ള നിലയിലുള്ള കാരണങ്ങളും ഉണ്ട്. എന്തുകൊണ്ട് ദൈവം മലയാളം തിരഞ്ഞെടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന് മറുപടി ഉണ്ട്. എബ്രായ ഭാഷ തീർച്ചയായിട്ടും ഈ ബൈബിൾ അല്ലെങ്കിൽ ബൈബിളിൽ നടക്കുന്ന സംഭവങ്ങൾ നടന്ന ആ സ്ഥലത്തുള്ളതായിരിക്കുന്ന ഭാഷയാണ് സ്വാഭാവികമായിട്ടും ദൈവം തിരഞ്ഞെടുക്കുകയുള്ളൂ. മലയാളം തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കില്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചതായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ആ ദേശത്തും മറ്റു പല ഭാഷകളും ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് എബ്രായ ഭാഷ തിരഞ്ഞെടുത്തു, എന്തുകൊണ്ട് ഗ്രീക്ക് ഭാഷ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ ലളിതമായിട്ട് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ എബ്രായ ഭാഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് വളരെ ആ ഭാഷ എന്ന് പറയുന്നത് കുറേം കൂടെ വൈകാരികമായിട്ടുള്ള പല കാര്യങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നതായിരിക്കുന്ന ഒരു ഭാഷയാണ്. വൈകാരികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേം കൂടെ ഇങ്ങനെ പറയാം, ഹൃദയത്തോട് സംസാരിക്കുന്ന ഒരു ഭാഷയാണത്. ഒരു വ്യക്തിയുടെ ഹൃദയത്തോട് ഏറെ ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കുന്ന അതുപോലെയുള്ളതായിരിക്കുന്ന ഒരു ഭാഷയാണ് എബ്രായ ഭാഷ എന്ന് പറയുന്നത്. എന്നാൽ ഗ്രീക്ക് ഭാഷ, യവനന്മാരുടെ ഭാഷ അല്ലെങ്കിൽ യവന ഭാഷ എന്നുള്ളത് കുറേം കൂടെ ബൗദ്ധികമായിരിക്കുന്ന തലത്തിൽ ഉള്ളതായ നിലയിലുള്ള ഒരു ഭാഷയാണ്. എന്ന് പറഞ്ഞാൽ അത് കുറേം കൂടെ യുക്തിപരമായിട്ടുള്ള നിലയിലുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതും, ഒന്നുകൂടെ ഞാൻ ആദ്യം പറഞ്ഞ ഒന്ന് ഹൃദയത്തോട് സംസാരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ മറ്റേത് തല ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. തലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഒന്ന് ഹൃദയമാണ്, മറ്റൊന്ന് തലയാണ്. ഇത് രണ്ടും മനുഷ്യന് ആവശ്യമാണ്. ഒരു സന്ദേശം കൈമാറുമ്പോൾ ഇത് രണ്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്ന് ഹൃദയത്തിന്റെ ഭാഷയും മറ്റൊന്ന് തലച്ചോറിന്റെ ഭാഷയുമാണ്. അപ്പോൾ ഇത് കേവലം വെറും വൈകാരികമായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ളതായിരിക്കുന്ന ഒരു കാര്യമൊന്നും അല്ല. എന്നാൽ അപ്പോൾ തന്നെ കേവലം തലച്ചോറ് കൊണ്ട് മാത്രം ബൗദ്ധികമായിട്ടുള്ള നിലയിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കുന്ന കാര്യവുമല്ല. ഇത് രണ്ടിന്റെയും കൂടെ ചേർന്നുള്ളതായിരിക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് നമ്മുടെ കയ്യിൽ വേദപുസ്തകം തന്നിട്ടുള്ളത്. അപ്പോ ആ പുസ്തകം നമുക്ക് നമ്മുടെ ഭാഷയിലേക്ക് മൊഴിമാറ്റം നൽകി തന്നിരിക്കുന്നത് ആ ഭാഷയുടെ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഭാഷയ്ക്കും അതിൻ്റെതായിരിക്കുന്ന നിയമങ്ങളുണ്ട്. നമ്മൾ ഏത് ഭാഷ ഉപയോഗിച്ചാലും ആ ഭാഷയ്ക്ക് ആ കൊടുത്തിരിക്കുന്ന നിയമങ്ങൾ മനസ്സിലാക്കി തന്നെ വേണം ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട്. വേദപുസ്തകം എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട പുസ്തകമാണ് എന്ന് വരികിലും മനുഷ്യന്റെ ഭാഷയിലാണ് ഇത് എഴുതി തന്നിരിക്കുന്നത്. ഇത് ആർക്കും മനസ്സിലാകാത്തതായിരിക്കുന്ന ഏതെങ്കിലും നിലയിലുള്ള ഒരു മാർമികമായിരിക്കുന്ന ഭാഷയോ ദൂതന്മാരുടെ ഭാഷയോ ദൈവാത്മാവിന് മാത്രം വെളിപ്പെടുത്തി തരാനായിട്ട് പറ്റുന്ന നിലയിലുള്ളതായിരിക്കുന്ന ഭാഷയോ അല്ല. ദൈവാത്മാവിന് മാത്രം വെളിപ്പെടുത്തി തരാൻ കഴിയുന്നതായിരിക്കുന്ന ചില ആത്മീയമായിരിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ടുള്ള കാര്യം എന്നുള്ള നിലയിൽ ഞാൻ പറയുമ്പോൾ ഇതിന്റെ ഭാഷയുടെ അല്ലെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന വാക്കുകളുടെ പദപ്രയോഗങ്ങളുടെ ഒക്കെ അർത്ഥം നമ്മൾ ഏതൊരു ഭാഷയുടെ നിയമങ്ങൾക്കും അനുസരിച്ച് തന്നെയാണ് ഇതിനകത്ത് വ്യാഖ്യാനിക്കേണ്ടത്. അക്ഷരീകമായിട്ടുള്ള നിലയിൽ വ്യാഖ്യാനിക്കേണ്ടത് അക്ഷരീകമായിട്ട് വ്യാഖ്യാനിക്കുക, ആലങ്കാരികമായിട്ട് വ്യാഖ്യാനിക്കേണ്ടത് ആലങ്കാരികമായിട്ട് വ്യാഖ്യാനിക്കുക. ഇതൊക്കെ നിങ്ങള് ദൈവവചനം എങ്ങനെ വ്യാഖ്യാനിക്കാം, വ്യാഖ്യാന ശാസ്ത്രം എന്നുള്ള വിഷയത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്തിനേയും ഏതിനേയും ആത്മീയവൽക്കരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ശ്രമം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രെൻഡ് നമ്മുടെ ഇടയിലുണ്ട്. എന്തിനേയും ഏതിനേയും ആത്മീയവൽക്കരിക്കാനായിട്ട് ശ്രമിക്കുന്ന, ആത്മീയവൽക്കരിക്കാൻ ഉദ്ദേശിച്ചത് എന്തിൻ്റെയും പുറകിൽ ഒരു ആത്മീയ സത്യത്തെ കാണാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ പറയുന്ന വേദഭാഗത്തിനകത്ത് വ്യക്തമാകാത്ത, അവിടെ കാണാത്തതായിരിക്കുന്ന നിഗൂഢമായിരിക്കുന്ന ഒരു ആത്മീയ സത്യം. ഞാൻ കുറച്ചുകൂടെ തെളിച്ചായി ഇപ്പൊ രണ്ടാമത് പറഞ്ഞത്. ആദ്യം പറഞ്ഞപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമാകുന്നു. നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയാത്ത, അവിടെ നമുക്ക് നേരിട്ട് നോക്കിയാൽ കാണാൻ കഴിയാത്ത നിഗൂഢമായിട്ടുള്ള ചില ആത്മീയ സത്യങ്ങളെ അതിനകത്ത് നിന്ന് പറിച്ചെടുക്കാനായിട്ട്, അതിനകത്തുനിന്ന് പുറത്തെടുക്കാനായിട്ടുള്ള ചില ശ്രമങ്ങൾ ഇന്ന് ദൈവവചനം വ്യാഖ്യാനിക്കുന്നവരും അത് പ്രസംഗിക്കുന്നവരും നടത്താറുണ്ട്. അങ്ങനെയാണ് പല പ്രസംഗങ്ങളും വാസ്തവത്തിൽ ദൈവവചനത്തോട് കൂറ് പുലർത്താത്ത നിലയിലേക്ക് വരുന്നത്.
ഞാൻ ഈ ഏറ്റവും കൂടുതൽ ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ വരുന്നത് എവിടെയാണെന്നറിയാമോ? ഈ നിഴലും പൊരുളും വ്യാഖ്യാനങ്ങളൊക്കെ നടത്തുന്നിടത്താണ്. നിങ്ങൾക്ക് ചിലതെങ്കിലും ഈ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വേദപുസ്തകത്തിനകത്ത് നിഴലും പൊരുളും പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? പല കാര്യങ്ങളും നിഴലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പലതും അതിന്റെ പൊരുളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നിഴലും പൊരുളും തീരുമാനിക്കുന്നത് ആരാ? അവിടെയാണ് പ്രശ്നം വരുന്നത്. ഈ നിഴലും പൊരുളും തീരുമാനിക്കുന്നത് ആരാണ് എന്നുള്ള ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. ഈ നിഴലെന്ന് പറയുന്നത്, ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിവൈൻലി അപ്പോയിന്റഡ് ഫിഗർ. അതായത് ദൈവം മുന്നമേ തന്നെ, പ്രീ അപ്പോയിന്റഡ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ദൈവം മുന്നമേ തന്നെ നിശ്ചയിച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു പ്രതീകമാണ് നിഴൽ എന്ന് പറയുന്നത്. ഒരു പൊരുള്, ഒരു വെളിപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ ഭാവിയിൽ പൂർത്തീകരിക്കാൻ പോകുന്നതായിരിക്കുന്ന ഒരു ആത്മീക സത്യത്തിന്റെ ഒരു പ്രതീകമായിട്ടുള്ള ചില കാര്യങ്ങൾ പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട്. അതിന്റെ പുതിയ നിയമ പൂർത്തീകരണമായിട്ട് ചില വ്യക്തികളെ, ചില സംഭവങ്ങളെ ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. പഴയ നിയമത്തിൽ കാണുന്നത് ചിലപ്പോൾ വ്യക്തികളാകാം, ചിലപ്പോൾ സംഭവങ്ങളാകാം, ചിലപ്പോൾ വസ്തുക്കളാകാം. ഇതൊക്കെ നിഴലുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്കൊന്ന് പറയാമോ? നിഴലെന്ന് പറയുമ്പോൾ ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, പെസഹ കുഞ്ഞാട്, നമ്മുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ പെസഹ കുഞ്ഞാട് എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന ഒരു മൃഗമാണ്. ആ പെസഹ കുഞ്ഞാട് ആരുടെ നിഴലാണ്? യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പഴയ നിയമത്തിലുള്ളതായിരിക്കുന്ന ഒരു വസ്തുവോ ഒരു മൃഗമോ ഒരു വ്യക്തിയോ പുതിയ നിയമത്തിലുള്ളതായിരിക്കുന്ന ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ, അതുപോലുള്ളതായിരിക്കുന്ന പല കാര്യങ്ങളോടുള്ള ബന്ധത്തിലുള്ള ഒരു നിഴലായിട്ട്, അല്ലെങ്കിൽ അതിന്റെ പൊരുളിന്റെ നിഴലായിട്ട് പഴയ നിയമത്തിലുണ്ട്. ഈ പഴയ നിയമത്തിലുള്ളതായിരിക്കുന്ന നിഴലുകൾ ഏതൊക്കെ എന്തിന്റെ നിഴലുകളാണ് എന്നുള്ളത് തീരുമാനിച്ചത് ദൈവമാണ്. അവിടെ എനിക്ക് യാതൊരു അധികാരവും ഇല്ല ഇന്ന കാര്യത്തിന്റെ നിഴൽ ഇന്നതാണ് എന്ന് പറയാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വളരെ ഒരു കൃത്യമായിട്ടൊരു കാര്യം പറയാം. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ പറയുന്നത് ഹോമിലറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, ഹെർമനൂട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷെ എങ്കിലും അത് പറയാതെ എനിക്ക് ഹോമിലറ്റിക്സിലേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് തോന്നിയതുപോലെ വേദപുസ്തകത്തിൽ പറയാത്തതായിരിക്കുന്ന കാര്യത്തെ എടുത്ത് നിഴലും പൊരുളും ആക്കാനായിട്ട് എനിക്കോ നിങ്ങൾക്കോ യാതൊരു അധികാരവും ഇല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു ഉദാഹരണമായിട്ട് ഉപയോഗിക്കാം, ഒരു ദൃഷ്ടാന്തമായിട്ടൊക്കെ ഉപയോഗിക്കാം. പക്ഷെ നിഴല് പൊരുളെന്ന് പറയരുത്. നിഴലും പൊരുളും ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമേ ആ നിലയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ എന്തിനേയും ഏതിനേയും, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, പഴയ നിയമത്തിൽ നിഴലും പുതിയ നിയമത്തിൽ പൊരുളും, അതാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. പക്ഷെ നമുക്ക് ഇങ്ങനെയൊന്നുമല്ല. നമുക്ക് എവിടെ കിട്ടിയാലും അതിനെ നിഴലാക്കും, എവിടെ എന്ത് കിട്ടിയാലും അതിനെ പൊരുളാക്കുന്ന ഒരു നിലയിലുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഈ പുതിയ നിയമത്തിൽ തന്നെ ഞാനിത് വ്യാഖ്യാനത്തിന്റെ നിയമങ്ങളായി പറഞ്ഞു വരുന്നത് കേട്ടോ. വ്യാഖ്യാനത്തിന്റെ കാര്യങ്ങളായി പറഞ്ഞു വരുന്നത്, നമുക്ക് വ്യാഖ്യാനം ശരിയായിട്ട് നടന്നില്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രസംഗം, അല്ലെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ് എന്തുവാ, ഒരു നല്ല പ്രസംഗം എന്ന് പറയുന്നത് ദൈവവചനത്തോട് കൂറ് പുലർത്തുന്നതായിരിക്കണം എന്നുള്ളതാണ്. അപ്പോ ഞാൻ ഒരു ഉദാഹരണം, ഇത് മുൻപൊരിക്കൽ ഞാൻ ഇവിടെ വേദപുസ്തക വ്യാഖ്യാന ശാസ്ത്രം പഠിപ്പിച്ചപ്പം ഈ ഉദാഹരണം ഇവിടെ പറഞ്ഞതാണ്. അതായത് നമ്മള് നല്ല ശമരിയാക്കാരന്റെ ഒരു ഉപമ വേദപുസ്തകത്തില് നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലേ? നല്ല ശമരിയാക്കാരന്റെ ഉപമ പറയുന്നുണ്ട്. ആ ശമരിയാക്കാരന്റെ ഉപമ കർത്താവ് പറഞ്ഞത് എന്തിനാ, എന്തിനുള്ളതായിരിക്കുന്ന മറുപടി ആയിട്ടാണ് കർത്താവ് ഉപമ പറയുന്നത്? ഞാനിപ്പോ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഒരു നല്ല പ്രസംഗം എന്ന് പറയുന്നത് ദൈവവചനത്തോട് കൂറ് പുലർത്തുന്നതായിരിക്കുന്ന പ്രസംഗമായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെയാണ് ഒരു പ്രസംഗം വിജയകരമാകുക. ഒരു നല്ല പ്രസംഗം വചനത്തോട് കൂറ് പുലർത്തുന്ന പ്രസംഗം. ഞാൻ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വളരെ എളുപ്പത്തിലുള്ളതായിരിക്കുന്ന ഒരു ഉദാഹരണം പറയുന്നത്. ഈ നല്ല ശമരിയാക്കാരന്റെ ഉപമ കർത്താവ് പറയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, ഒരു വ്യക്തി വന്ന് എൻ്റെ അയൽക്കാരൻ ആരാണ്, അഥവാ എൻ്റെ കൂട്ടുകാരൻ ആരാണ് എന്ന് ചോദിച്ചു.
അല്ലേ? എന്റെ കൂട്ടുകാരൻ ആരാണ് എന്ന് ചോദിച്ചു. ആ കൂട്ടുകാരൻ ആരാണ് എന്ന് ചോദിച്ചതിനുള്ള മറുപടിയായിട്ടാണ് കർത്താവ് ഈ ശമരിയക്കാരന്റെ ഉപമ പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം. അപ്പോൾ അതിന്റെ എല്ലാ ഭാഗത്തേക്കൊന്നും ഞാനിപ്പം വരാനായിട്ട് ശ്രമിക്കുന്നില്ല. എങ്കിലും അതിന്റെ 29-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ലൂക്കോസ് 10:29. അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട് എന്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്. ഇനിയാണ് ആ ഉപമയിലേക്ക് വരുന്നത്. എന്താണ് ഉപമ? ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുന്ന വഴിക്ക് കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. ആ വ്യക്തി അർത്ഥപ്രാണനായിട്ട് വിട്ടേച്ചു പോയി. അങ്ങനെ ആ വ്യക്തി അവിടെ കിടക്കുന്ന സമയത്ത് ആര് വരുന്നു? അതിലെ ആദ്യം ഒരു ലേവ്യൻ വരുന്നു, ഒരു പുരോഹിതൻ വരുന്നു. പുരോഹിതൻ വന്നു കഴിഞ്ഞപ്പം ആ വ്യക്തിയെ കണ്ടിട്ട് വഴിമാറി കടന്നുപോയി. അതിനുശേഷം ഒരു ലേവ്യൻ വരുന്നു, ആ വ്യക്തിയും ഇതുപോലെ തന്നെ വഴിമാറി കടന്നുപോയി. അതിനുശേഷം ഒരു ശമരിയക്കാരൻ വരുന്നു. ആ ശമരിയക്കാരൻ വന്നിട്ട് ഈ വ്യക്തിയെ എണ്ണയും വീഞ്ഞുമൊക്കെ എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുവന്ന് ആക്കി. ആ വഴിയമ്പലക്കാരന് 2 കാശ് കൊടുത്തിട്ട് ഇവൻ ഇനി അധികം എന്തെങ്കിലും ചെലവിട്ട് കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ തന്നോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവ് അവനോട് ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? എന്റെ കൂട്ടുകാരൻ ആർ എന്നുള്ളതാണ് ചോദ്യം. ഈ മൂവരിൽ ഏവൻ അവർക്ക് കൂട്ടുകാരനായി തീർന്നു എന്ന് കർത്താവ് തിരിച്ചു ചോദിക്കുന്നു. അവൻ മറുപടി പറയുന്നു, അവനോട് കരുണ കാണിച്ചവൻ തന്നെ. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. ഞാൻ ഈ ഉപമ ഇതിങ്ങനെ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യമല്ല. പക്ഷെ സന്ദർഭവശാൽ വചനത്തോട് കൂറ് പുലർത്തണമെന്ന് പറഞ്ഞപ്പം യാദൃശ്ചികമായിട്ട് ആ വിഷയം അങ്ങ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ നല്ല ശമരിയക്കാരന്റെ ഉപമ പലപ്പോഴും ആളുകൾ എടുത്തിട്ട് ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും തെറ്റായി പ്രസംഗിക്കുകയും ചെയ്യാറുണ്ട്. നമ്മൾ എന്തിനാ ഇത് പറയുന്നത്? ഒരു നല്ല പ്രസംഗം വചനത്തോട് കൂറ് പുലർത്തുന്ന പ്രസംഗമായിരിക്കും. നമ്മൾ ഏതൊരു കാര്യം പ്രസംഗിക്കുമ്പോഴും വചനത്തിന്റെ സത്യം എന്താണ്, വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ആശയമല്ലാതെ മറ്റൊരു ആശയവും ഈ കേൾവിക്കാരിലേക്ക് പറയാതിരിക്കാനായിട്ട് പരമാവധി ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളതായിരിക്കുന്ന ഒരു വ്യാഖ്യാനം പറയാം. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോവുകയായിരുന്നു. യെരുശലേം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ നഗരമാണ്. യെരിഹോ എന്ന് പറയുന്നത് ദുഷ്ടന്മാരുടെ നഗരമാണ്. അപ്പോൾ അതുകൊണ്ട് സമാധാനത്തിന്റെ നഗരം അഥവാ ദൈവത്തിന്റെ പട്ടണത്തിൽ നിന്ന് ആ മനുഷ്യൻ, ഇംഗ്ലീഷില് വാസ്തവത്തിൽ ഈ എ മാൻ വാസ് ഗോയിങ് ഡൗൺ ഫ്രം ജെറുസലേം ടു ജെറിക്കോ എന്നൊരു പ്രയോഗമുണ്ട്. മലയാളത്തിൽ അത് അത്രയില്ല, അങ്ങനെ കാണുന്നില്ല. എ മാൻ വാസ് ട്രാവലിംഗ് ഫ്രം ജേർണിങ് ഫ്രം ജെറിക്കോ ജെറുസലേം ടു ജെറിക്കോ. അങ്ങനല്ല, അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹി വാസ് ഗോയിങ് ഡൗൺ എന്നുള്ള ഒരു പ്രയോഗം അവിടെ ഇംഗ്ലീഷിലുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ താഴ്ത്തോട്ട് സഞ്ചരിക്കുക. അപ്പം ഇതിനെ നമ്മൾ എങ്ങനെയാ കാണുക? ഇവൻ ആത്മീയമായിട്ടുള്ള നിലയിലേക്ക് ഉയർന്ന ഒരവസ്ഥയിൽ നിന്ന് താഴേക്കുള്ളതായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ദൈവത്തിന്റെ പട്ടണത്തിൽ നിന്ന് ഇവൻ യെരിഹോ ദുഷ്ടന്മാരുടെ പട്ടണത്തിലേക്ക് ഇങ്ങനെ ഗോയിങ് ഡൗൺ, അവൻ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആത്മീയമായി അവൻ ഇങ്ങനെ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് അവനെ കള്ളന്മാർ ആക്രമിച്ചു. കള്ളന്മാരെന്ന് പറയുന്നത് പിശാചിന്റെ ദൂതന്മാരാണ്. പിശാചിന്റെ ദൂതന്മാർ അവനെ ആക്രമിച്ച് അവനെ അർത്ഥപ്രാണനായിട്ട് ഇട്ടേച്ചു പോയി. അവൻ ഇതാ ആകെപ്പാടെ പ്രശ്നമായി. അവൻ പിശാചിന്റെ കയ്യിൽ അകപ്പെട്ട് ആകെ വല്ലാത്തൊരു ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കുന്ന ഒരു അവസ്ഥയിൽ അവൻ ഇരിക്കുകയാണ്. അപ്പൊ അവന് ഇനി ആവശ്യം എന്ന് പറയുന്നത് അവനെ ആരെങ്കിലും രക്ഷിക്കാൻ വേണം, അല്ലേ? അപ്പൊ അവനെ രക്ഷിക്കാനായിട്ട് വരണം എന്ന് പറയുമ്പം ആദ്യം ഒരു പുരോഹിതൻ അതിലെ വന്നു. പുരോഹിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണിക്കുന്നത് യഹൂദന്മാരുടെ ആ യഹൂദ മതത്തെയാണ്. അപ്പൊ യഹൂദ മതത്തിന് അവനെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല. പിന്നെ ലേവ്യൻ എന്ന് പറയുമ്പോൾ പിന്നെയും ആ പൗരോഹിത്യത്തിന്റെ ഭാഗമാണെങ്കിലും യാഗങ്ങളും വഴിപാടുകളും ഒക്കെ അർപ്പിക്കുന്ന ഒരു പൗരോഹിത്യത്തിൻ്റെതായിരിക്കുന്ന പല ശുശ്രൂഷകളുണ്ട്, ലേവ്യ യാഗങ്ങളുണ്ട്, പലതരത്തിലുള്ളതായിരിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠാനങ്ങളുണ്ട്. ഇതിനൊന്നിനും അവനെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ആര് വരുന്നത്? നല്ല ശമരിയക്കാരൻ വരുന്നത്. ഈ നല്ല ശമരിയക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ വന്ന്
എണ്ണയും വീഞ്ഞും പകർന്നു. ഈ എണ്ണയും വീഞ്ഞും എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു, അതുപോലെ ദൈവവചനത്തെ കാണിക്കുന്നു, ഇങ്ങനെയുള്ളതായിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിനുശേഷം ആ വ്യക്തിയെ അത്യാവശ്യം തരത്തിലുള്ളതായിരിക്കുന്ന രക്ഷയൊക്കെ ചെയ്ത് കൊണ്ടുവന്ന് വഴിയമ്പലത്തിലാക്കി. ഈ വഴിയമ്പലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭയാണ്. ആ ദൈവസഭയിൽ അവനെ ആക്കിയിട്ട് പിന്നെ അതിന്റെ വ്യാഖ്യാനങ്ങൾ പലതരത്തിലൊക്കെ പോകുന്നുണ്ട്. പിന്നെ തിരിച്ചു വരുമ്പം എന്തെങ്കിലും തന്നോളാം എന്നൊക്കെ, അല്ലെങ്കിൽ കൂടുതൽ ചെലവിട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ തരാം എന്നൊക്കെ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിനൊക്കെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പ്രസംഗം, ഇങ്ങനത്തെ ഒരു ചിന്തയും ഈ ആശയങ്ങളൊക്കെ നിങ്ങൾ ഇതിനു മുമ്പും പലപ്പോഴും കേട്ടിട്ടുള്ളതായിരിക്കും. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, ദൈവവചനത്തോട് യാതൊരു നിലയിലുള്ളതായിരിക്കുന്ന ഒരു ബന്ധവും ഇല്ലാത്ത, ഒരു തരത്തിലും കൂറ് പുലർത്താത്തതായിരിക്കുന്ന ഒരു സന്ദേശമാണ് നിങ്ങൾ ഇപ്പൊ ഇത്ര നേരം കേട്ടോണ്ടിരുന്നത്. ദൈവവചനവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതായിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ആ പറഞ്ഞത്. കാരണം ഈ പറയുന്ന യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് ഒരു മനുഷ്യൻ പോവുകയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ വ്യക്തി ആത്മീയമായിട്ട് മേളിൽ നിന്ന് താഴത്തേക്ക് വരികയായിരുന്നു എന്നുള്ളതായിരിക്കുന്ന ഒരു അർത്ഥം ഇല്ല. യെരുശലേം എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ആ വ്യക്തി എരിഹോവിലേക്ക് പോവുകയായിരുന്നു എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ അതിന്. ഗോയിങ് ഡൗൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യെരുശലേം ഉയർന്ന സ്ഥലത്തായിരുന്നു, എരിഹോ കുറച്ച് താഴെയുള്ളതായിരിക്കുന്ന സ്ഥലത്തായിരുന്നു. ഉയർന്ന ഭൂമിശാസ്ത്രപരമായി ഉയർന്നു കിടന്നതായിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ആ വ്യക്തി താഴത്തോട്ട് പോവുകയായിരുന്നു എന്നുള്ളത് മാത്രമാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. പിന്നെ ഈ കടന്നു വന്നതായിരിക്കുന്ന ആൾക്കാർ കള്ളന്മാര്, പിശാചിന്റെ ആൾക്കാരായിരുന്നു. ആര് പറഞ്ഞു? ഈ നല്ല ദൈവത്തിന്റെ പട്ടണത്തിൽ നിന്ന് ഈ ദുഷ്ടന്മാരുടെ പട്ടണത്തിലേക്ക് പോകുന്നതായിരിക്കുന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ പിശാചിനെ അതിനിടയ്ക്ക് കയറി ആക്രമിക്കുന്ന ഇങ്ങ് സ്വാഗതം ചെയ്താൽ പോരെ? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അയ്യോ, നീ ഇങ്ങോട്ട് പോരെ പോനെ, നീ പിന്മാറ്റാവസ്ഥയിലേക്കല്ലേ പോന്നെ, നിന്നെ സന്തോഷം, നിന്നെ ഞാൻ വെൽക്കം ചെയ്യാം. എല്ലാ തരത്തിലും പിശാച് സ്വാഗതം ചെയ്യുകയല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു അർത്ഥം ഇതിനില്ലട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ വ്യാഖ്യാനത്തിനകത്തൊക്കെ സംഭവിക്കുന്നതായിരിക്കുന്ന തരത്തിലുള്ള ഓരോ കാര്യങ്ങളായി പറയുന്നത്. പിന്നെ അതിനുശേഷം ഈ ലേവ്യനും പുരോഹിതനും എന്നൊക്കെ പറയുന്ന അവിടെ കർത്താവ് ആ വ്യക്തികളെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് വ്യക്തമായിട്ടുള്ള ഒരു കാരണമുണ്ട്. അവര് പല ആൾക്കാരും പറയാറുണ്ട്, ഈ ലേവ്യനും പുരോഹിതനും അതിലെ കടന്നു വന്നപ്പം ഈ വ്യക്തിനെ ഇങ്ങനെ മരണപ്പെട്ട് അല്ല ഇവർക്ക് അശുദ്ധമാകുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇവര് ഏതെങ്കിലും ശവത്തിന്റെ അടുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അശുദ്ധമാകും. അപ്പോ ഇവര് ഏതെങ്കിലും ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പോകുന്ന വഴിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർ പോകുന്ന വഴിക്ക് അതിനൊന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റുകയില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം കണ്ട് അശുദ്ധമാകണ്ട എന്ന് കണ്ടുകൊണ്ട് ഓടിപ്പോയ അല്ലെങ്കിൽ മാറിപ്പോയതാണ് എന്നൊക്കെ പറയാറുണ്ട്. കർത്താവ് വാക്കുകളൊക്കെ ഉപയോഗിച്ചപ്പോൾ വ്യക്തമായിട്ടാണ് ഉപയോഗിച്ചത്. ലേവ്യനും പുരോഹിതനും എതിർച്ചയ അതിലെ വന്നു എന്നാ പറയുന്നത്. എതിർച്ചയ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഏതാണ്ട് ദേവാലയത്തിലേക്ക് പോകുന്ന, ശുശ്രൂഷ ചെയ്യാൻ പോകുന്ന വഴിക്കൊന്നും അല്ല, യാദൃച്ഛികമായിട്ട് അതിലെ വന്നപ്പോൾ കണ്ടതായ കാര്യത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. മാത്രമല്ല അടുത്ത് വരുന്നതായിരിക്കുന്ന ആളെന്ന് പറയുന്നത് ഈ ശമരിയക്കാരനാണ്. അവിടെ കുറിച്ച് എഴുതുന്ന ഹി വാസ് ഓൺ എ ജേണി എന്നാണ്. അവൻ യാത്ര പോകയിലാണ്. അവനാണ് ഒരു ഉദ്ദേശവുമായിട്ട് പോകുന്നത്. നോക്കുക, ഈ ലേവ്യനും പുരോഹിതനും അവന് വേറെ ഒരു പണിയില്ലാത്തതായിരിക്കുന്ന ആൾക്കാർ. അവൻ യാദൃശ്യമായിട്ട് അതിലെ വന്നത്, അല്ലാണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പോകുന്നതല്ല. അവന് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ നോക്കാനായിട്ടുള്ള സമയവും സാവകാശവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും അവനത് ചെയ്തില്ല. പക്ഷെ ശമരിയക്കാരൻ എവിടെ പോവായിരുന്നു? ഈ ലേവ്യനും പുരോഹിതനും എന്നൊക്കെ പറയുന്നവൻ ഇവന്റെ സ്വന്തം ആളാണ് കേട്ടോ. ഈ പോയവൻ, യെരുശലേമിൽ നിന്ന് പോയവൻ മിക്കവാറും ഒരു യഹൂദനായിരിക്കണം. ഈ ലേവ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളാ, ഞമ്മന്റെ ആളാണ്. പക്ഷെ ആ ആൾക്കാർ പോലും ഇവനെ സഹായിച്ചില്ല. ശമരിയക്കാരൻ എന്ന് പറയുന്നവൻ ഇവൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവനാണ്. അവനാണ് വരുന്നത്. അവൻ വന്ന് ഇവനെ എണ്ണയും വീഞ്ഞും ഒക്കെ പകർന്ന് ഇവനെ വഴിയമ്പലത്തിൽ കൊണ്ടുവന്നാക്കി ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മൾ ഇതിനെ ക്രിസ്തുവിന്റെ നിഴലും അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ചിത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മറ്റുള്ള വ്യാഖ്യാനങ്ങളൊക്കെ, രസകരമായിട്ടുള്ള കുറെ വ്യാഖ്യാനങ്ങളൊക്കെ ഇതിന്റെ പുറകിലുണ്ട് കേട്ടോ. വഴിയമ്പലക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളാണെന്നും ആ കൊടുത്തതായിരിക്കുന്ന 2 വെള്ളിക്കാശ് എന്ന് പറയുന്നത് ഒരാൾ പറഞ്ഞു പഴയ നിയമവും പുതിയ നിയമമാണെന്ന് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു 2000 വർഷമാണ്. ഒരു വെള്ളിക്കാശ് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ കൂലിക്ക് തുല്യമാണ്. ദൈവത്തിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് എങ്ങോട്ടാ ഈ വ്യാഖ്യാനം പോയെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കണം. ഇതൊക്കെ എങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന്. 2 വെള്ളിക്കാശ് കൊടുത്തു. ആ 2 വെള്ളിക്കാശ് എന്ന് പറയുന്നത് 2000 വർഷമാണെന്ന് പറഞ്ഞ് 2000-ൽ കർത്താവ് വരും എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതായിരിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. 2000-ലല്ല കേട്ടോ. അതിനകത്ത് വേറൊരു ട്വിസ്റ്റോടെ ഉണ്ട്. അതിനകത്തുനിന്ന് 7 കുറച്ച് 1993-ൽ കർത്താവ് വരും എന്ന് പ്രവചിച്ചതായിരിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ. ഞാൻ ആളെയും പേരും ഒന്നും പറയുന്നില്ല.
ആ 7 വർഷം കുറച്ച് എന്തിനാ? മഹോപദ്രവകാലം കുറച്ചതാ. 7 വർഷം മഹോപദ്രവം കുറച്ചിട്ട് 93 കർത്താവ് വരും എന്ന് പറഞ്ഞു. 93 കഴിഞ്ഞു, 2003 കഴിഞ്ഞ് 2023 കഴിഞ്ഞ് 2026 എത്തി നമ്മള്. അപ്പൊ അതിന് വേറെ വ്യാഖ്യാനം പിന്നെ ഉണ്ടാക്കി. എന്നാന്നറിയാവോ? ഇത് വല്ലതും ചെലവിട്ടേച്ച് കൂടുതൽ എന്തെങ്കിലും ചെലവിട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോ തരാന്ന് പറഞ്ഞില്ലേ? നമ്മളിപ്പോ കൂടുതൽ ചെലവിട്ട കാലത്തായി പോന്ന്. കൂടുതൽ ചെലവിട്ടതായിരിക്കുന്ന സമയത്താണ് നമ്മളിപ്പോ അത് ഏതാണ്ട് അഡ്വാൻസ്ഡ് ഗ്രേസ് പീരീഡ് പോലെ എന്തോ ഒരു സംഭവം. ഇങ്ങനെ ദൈവവചനത്തെ സ്വന്തം ചിന്തക്കനുസരിച്ച് കൂട്ടിക്കളഞ്ഞും വ്യാഖ്യാനിച്ചും ഒക്കെ ഈ തരത്തിലുള്ളതായിരിക്കുന്ന കാര്യം. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളതായിരിക്കുന്ന പ്രശ്നം, നമ്മളിപ്പോ വിചാരിക്കും അയ്യോ നല്ല ശമരിയക്കാരനെ കർത്താവാക്കിയത് കൊണ്ട് എന്താ കുഴപ്പം? ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയാം. നല്ല ശമരിയക്കാരനിൽ കർത്താവിന്റെ സ്വഭാവം കാണുന്നുണ്ടെന്നുള്ളത് സത്യമാണ്, ഇല്ലേ? നല്ല ശമരിയക്കാരൻ ഈ കർത്താവിന്റെ സ്വഭാവം കാണുന്നുണ്ടെന്ന് പറയുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. കാരണം അവൻ ഇതുപോലെ തന്നെ, ആ കർത്താവാണ് ആ സ്ഥാനത്തെങ്കിൽ കർത്താവ് ഇത് തന്നെ ചെയ്യും. അവനിൽ കർത്താവിന്റെ സ്വഭാവം കാണുന്നുണ്ട്. പക്ഷേ അവനെ കർത്താവാക്കാനായിട്ടല്ല കർത്താവ് ആ ഉപമ പറഞ്ഞത്. അവനെ ഈ നല്ല ശമരിയക്കാരനെ കർത്താവാക്കുമ്പോൾ നമുക്കുള്ളതായിരിക്കുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കർത്താവ് എല്ലാം ചെയ്തു, മറ്റാർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കർത്താവ് വന്നു, കർത്താവ് ചെയ്തു, കർത്താവ് എല്ലാ രക്ഷയും കഴിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മളെ കൊണ്ടുവന്ന് സ്വസ്ഥമായിട്ടുള്ള ഒരു സ്ഥലത്താക്കി, എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി, എല്ലാ കാര്യങ്ങളും ക്ലീനായി. പക്ഷെ ആ ഉപമയുടെ അവസാനം കർത്താവ് പറയുന്നത് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഈ ഉപമയ്ക്കകത്ത് നമ്മളോട്, അഥവാ ഇതിന്റെ പറഞ്ഞതായിരിക്കുന്ന വ്യക്തിയോട്, നീ മറ്റുള്ളവനൊരു, എന്റെ കൂട്ടുകാരൻ ആരാന്നും ചോദിച്ചോണ്ട് അവൻ ചെന്നേ. വാസ്തവത്തിൽ കർത്താവ് അവനോട് പറയുന്നതായിരിക്കുന്ന മറുപടി, നിന്റെ കൂട്ടുകാരൻ ആരാണ് എന്ന് അന്വേഷിച്ച് നടക്കാതെ നീ പോയി മറ്റുള്ളവന്, അഥവാ ഇതുപോലെ ആവശ്യത്തിലിരിക്കുന്നവന്, ഇതേപോലെ വിഷമങ്ങൾ അനുഭവിക്കുന്നവന്, സങ്കടം അനുഭവിക്കുന്നവന്, വേദന അനുഭവിക്കുന്നവന് നീ പോയൊരു കൂട്ടുകാരനായിരിക്കണം. അതാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കുന്ന പാഠം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ നല്ല ശമരിയക്കാരന്റെ ഉപമ എടുത്ത് പ്രസംഗിക്കുമ്പോ നിങ്ങൾ അതിനകത്തുനിന്ന് ആത്യന്തികമായിട്ട് എടുത്തു കൊണ്ടുവരേണ്ടതായിരിക്കുന്ന പാഠം എന്ന് പറയുന്നത് കർത്താവ് എന്താണോ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചത് അത് തന്നെ ആയിരിക്കണം. അല്ലാതെ എണ്ണയ്ക്ക് അർത്ഥം ഇതാണ്, വീഞ്ഞിന് അർത്ഥം ഇതാണ്, വഴിയമ്പലത്തിന്റെ അർത്ഥം ഇതാണ്, 2 വെള്ളിക്കാശിന്റെ അർത്ഥം ഇതാണ്, ഇതൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ഇതെല്ലാം എവിടെ നിന്ന് വരുന്നതാണ്? ഭാവനയിൽ നിന്ന് വരുന്നതാണ്. ഭാവനയിൽ നിന്ന്. വേദപുസ്തകം പറയുന്നതിനപ്പുറത്തേക്കുള്ള നിലയിലേക്ക് എനിക്കും നിങ്ങൾക്കും ഈ കാര്യങ്ങളെ വ്യാഖ്യാനിച്ച് കൂട്ടിക്കളയാനായിട്ടുള്ള അനുവാദമില്ലെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് ഈ പ്രസംഗങ്ങളൊക്കെ കേട്ടിരിക്കാനായിട്ട് രസമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒക്കെ ഇടയിൽ വളരെ സുപ്രസിദ്ധനായിരിക്കുന്ന ഒരു പ്രസംഗകന്റെ മാതാവ് ആ സഭയിൽ നടന്നതായിരിക്കുന്ന ഒരു പ്രസംഗത്തെ കുറിച്ച് വെച്ച് പറഞ്ഞ് ഈ പ്രസംഗനോട് ചോദിച്ചു, നീയൊക്കെ എന്തിനാ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോയി? ഇങ്ങനെയൊക്കെ വേണം പ്രസംഗിക്കാൻ. അവിടെ പ്രസംഗിച്ച പ്രസംഗനായിരുന്നു അറിയാമോ? ദാവീദ് 5 കല്ല് എടുത്തുകൊണ്ട് ഗോലിയാത്തിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് പോയി. 5 കല്ല് എടുത്ത് തന്റെ സഞ്ചിയിൽ അല്ലെങ്കിൽ തന്റെ കയ്യിൽ വെച്ചിട്ട് ഈ ഗോലിയാത്തിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് പോയി. ഈ 5 കല്ലെന്ന് പറയുന്നത് ഇത് വിശ്വാസികളാണ്, സഭയ്ക്കകത്തുള്ളതായിരിക്കുന്ന വിശ്വാസികളാണ്. അപ്പൊ ശത്രുവിനെതിരെയുള്ളതായിരിക്കുന്ന യുദ്ധമാണ്. അപ്പൊ ആ യുദ്ധത്തിന് അകത്ത് ഈ കല്ലിനകത്ത് ഒരെണ്ണമാണ് പോയിട്ട് ഈ ഗോലിയാത്തിന്റെ തലയ്ക്ക് അല്ലെങ്കിൽ നെറ്റിയിൽ കൊണ്ട് ഗോലിയാത്ത് വീണത്. അപ്പം പ്രസംഗകൻ പറഞ്ഞത് ഇതാണ്, ഈ യുദ്ധം അല്ലെങ്കിൽ പോരാട്ടത്തില് ചിലപ്പോ ചില ആൾക്കാരൊക്കെ മുമ്പിൽ നിന്ന് നയിക്കും. എല്ലാവർക്കും ഫ്രണ്ടിൽ പോയി നിന്ന് കാണിക്കാൻ പറ്റും. ഒരു കല്ലാണല്ലോ പോയത്. അപ്പം ദാവീദ് മാത്രമേ പോയുള്ളൂ. അതിന്റെ കൂടെ തന്നെ ഒരു കല്ല്. ഏതൊക്കെ അർത്ഥത്തിലാണ് വ്യാഖ്യാനിച്ചതെന്ന് പൂർണ്ണമായിട്ടൊന്നും ആ മെസ്സേജ് ഞാൻ കേട്ടില്ല. എന്നോട് പറഞ്ഞു കേട്ട വിവരം മാത്രമേ എനിക്കുള്ളൂ. അപ്പം ഒരാള് മുമ്പിൽ നിന്ന് നയിക്കുകയാണ്. അപ്പൊ ബാക്കി 4 പേര് എന്ത് ചെയ്യായിരുന്നു? ബാക്കി 4 പേര് അവരെ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന്. നിങ്ങൾക്ക് മനസ്സിലായോ വല്ലത് ഞാൻ ഈ പറഞ്ഞത്? 5 കല്ലെടുത്തുകൊണ്ട് പോയി ഒരെണ്ണം ഫ്രണ്ടിൽ നിന്ന് യുദ്ധം ചെയ്തു, ബാക്കി 4 പേര് ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇത് എവിടെ നിന്ന് കിട്ടിയ ആശയം? കേൾക്കാൻ ഭയങ്കര രസമല്ലേ? ഇതൊക്കെ കേട്ടേച്ചാണ് പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങേർക്ക് എവിടെ നിന്നെങ്ങാണ്ട് വെളിപ്പെടുത്തി കൊടുത്തതാന്നൊക്കെ പറയുന്നത്.
ഇത് ഒരു ദൈവത്തിന്റെ ആത്മാവും വെളിപ്പെടുത്തി കൊടുത്തതല്ല. ഇത് ഇങ്ങേരെ കുത്തിയിരുന്ന് ആലോചിച്ചുണ്ടാക്കിയതാ. ദൈവത്തിന്റെ ആത്മാവിന് ഈ വക ഈ തരത്തിലുള്ളതായിരിക്കുന്ന വികലമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ എടുത്തുകൊണ്ടുപോയി ആളുകളുടെ ഹൃദയത്തിലേക്ക് കൊടുക്കലല്ല പണി. ദൈവത്തിന്റെ ആത്മാവാണ് ഇത് എഴുതിയത്. അവിടെ എന്താണോ എഴുതിയിരിക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള നിലയിൽ നമ്മൾ ചിന്തിച്ച് ഓരോ നിലയിലൊക്കെ ചിന്തിച്ചു കൂട്ടേണ്ടതായിരിക്കുന്ന കാര്യങ്ങളില്ല. അപ്പൊ ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളും നാം ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ് കേട്ടോ. ഞാനിത് പറഞ്ഞത് ഈ നാളുകളിൽ ഈ തരത്തിലുള്ളതായിരിക്കുന്ന പല പ്രസംഗങ്ങളും പല ആളുകളും നടത്തി പരിഹാസ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കേട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഒരു നല്ല പ്രസംഗം എന്ന് പറയുന്നത് ഒരിക്കലും ഇങ്ങനെയുള്ള ആളുകൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തതായിരിക്കുന്ന ചിന്തകൾ മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് പറയുന്നതല്ല, മറിച്ച് ദൈവവചനത്തോട് കൂറ് പുലർത്തുന്നതായിരിക്കുന്ന പ്രസംഗങ്ങളാണ് യഥാർത്ഥമായിട്ടുള്ള പ്രസംഗം അഥവാ ശരിയായിട്ടുള്ള പ്രസംഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായിരിക്കുന്ന വാക്യം തന്നെയാണ്. ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിന്റെ അതുപോലെ തന്നെ 2 തിമോത്തിയോസ് 4-ന്റെ 2 മാത്രമല്ല കേട്ടോ, നമ്മൾ വേറൊരു വാക്യം കൂടെ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ നിന്ന് 2-ന്റെ 15 അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചു. സത്യവചനത്തെ എന്നാ പറയുന്നത് അവിടെ നമ്മൾ മലയാളത്തിൽ വായിക്കുന്ന യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് എന്നാണ്. 4-ന്റെ 2-ൽ നമ്മൾ വായിക്കുന്നത് വചനം പ്രസംഗിക്ക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ അതിനെ പ്രസംഗിക്കുക എന്നുള്ളതാണ്. അപ്പോ ആ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുക എന്നുള്ളത് 2-ന്റെ 15-ൽ നമ്മൾ വായിക്കുന്ന ആ കാര്യം നമ്മൾ ഹൃദയത്തിൽ ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. അത് ദൈവവചനത്തോട് കൂറ് പുലർത്തുന്നതായിരിക്കുന്ന പ്രസംഗങ്ങളായിരിക്കണം. രണ്ടാമത്തേത്, ഒരു പ്രസംഗം എങ്ങനെയാണ് ഒരു നല്ല പ്രസംഗമാകുന്നത് എന്ന് ചോദിച്ചാൽ, ആ പ്രസംഗം എ സെർമൺ ഈസ് സക്സസ്ഫുൾ ഇഫ് ഇറ്റ് ഈസ് പ്രീച്ച്ഡ് ഇൻ ലവ്. ഒരു പ്രസംഗം സ്നേഹത്തോടുകൂടെ പ്രസംഗിക്കുമ്പോഴാണ് അത് വിജയകരമായിട്ട് തീരുന്നത്. സ്നേഹത്തോടുകൂടെ പ്രസംഗിക്കുക. ഈ നേരത്തെ പറഞ്ഞതായിരിക്കുന്ന വാക്യം തന്നെ ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. 2 തിമോത്തിയോസ് 4-ന്റെ 2. അവിടെ നമ്മൾ വായിക്കുന്നത് വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക എന്നാണ്. ഇതെങ്ങനെ സ്നേഹത്തിൽ ചെയ്യാൻ പറ്റുന്നേ? ശാസിക്കാനാ പറഞ്ഞേക്കുന്നത്. തർജ്ജനം എന്ന് പറഞ്ഞാൽ എന്താ? കറക്ഷനാണ്, തിരുത്തലാണ്. ശാസിക്കുക, തിരുത്തുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു, ദൈവവചനം നമുക്ക് തന്നിരിക്കുന്നതിന്റെ പിറകിലുള്ള 4 പ്രധാനപ്പെട്ട പ്രയോജനങ്ങൾ 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉപദേശത്തിന്, ശാസനത്തിന്, ഗുണീകരണത്തിന്, നീതിയിലെ അഭ്യസനത്തിന്. ഈ 4 കാര്യങ്ങളാണ് അതിവിടെ പറഞ്ഞിട്ടുള്ളത്. ഉപദേശം, ശാസന, അതുപോലെ ഗുണീകരണം, നീതിയിലെ അഭ്യസനം. ഈ കാര്യങ്ങളൊക്കെയാണ് ദൈവത്തിന്റെ വചനം ഉദ്ദേശിക്കുന്നത്. ശരിയായ വഴി പറഞ്ഞു തരിക, അതാണ് ഞാൻ പറഞ്ഞ ഉപദേശം എന്ന് പറഞ്ഞു. ശാസന എന്ന് പറയുന്നത് തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ശാസിക്കേണ്ടി വരിക. അപ്പോ ശരി ഏതാണെന്ന് പറഞ്ഞു തരുന്നു, തെറ്റേതാണെന്ന് പറഞ്ഞു തരുന്നു. ഈ തെറ്റിൽ നടക്കുന്ന ഒരു വ്യക്തിയെ അതാണ് തർജ്ജനം ചെയ്യുക അഥവാ ഗുണീകരണം എന്ന് പറയുന്നത്, കറക്ഷൻ എന്ന് പറയുന്നത്. മടക്കി കൊണ്ടുവരാനായിട്ടുള്ള കാര്യമാണ്. തെറ്റായ വഴിയിൽ നിന്ന് ശരിയായ വഴിയിലേക്ക് മടക്കി കൊണ്ടുവരുന്നു. ഈ തെറ്റായ വഴിയിലേക്ക് ഇനി മേലാൽ പോകാതെ ശരിയായ വഴിയിൽ തുടരാനായിട്ടുള്ള നിർദ്ദേശം, അതിനുള്ളതായിരിക്കുന്ന പരിശീലനം കൊടുക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ വചനം ചെയ്യുന്നത്. ദൈവവചനം പ്രസംഗിക്കുന്ന ഒരാള് ദൈവവചനം പ്രസംഗിക്കുന്നത് ആ ഉദ്ദേശത്തോടു കൂടെ തന്നെ ആയിരിക്കണം. അപ്പോ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ശാസിക്കുന്നതും തർജ്ജനം ചെയ്യുന്നതും ഒക്കെ എന്തിനു വേണ്ടിയാ? നമ്മുടെ വീട്ടിൽ മക്കളുണ്ട്. നമ്മുടെ മക്കളെ നമ്മൾ ശാസിക്കാറുണ്ട്, അവരെ നമ്മൾ തർജ്ജനം ചെയ്യാറുണ്ട്, അഥവാ കറക്റ്റ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയാ അത് ചെയ്യുന്നേ? അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളോട് എന്തുള്ളത് കൊണ്ടാണ് അത് ചെയ്യുന്നത്? സ്നേഹമുള്ളത് കൊണ്ടാണ്. ദൈവം നമ്മെ ശാസിക്കുന്നതും അതുകൊണ്ട് തന്നെയാണല്ലോ. ദൈവം അത് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ ആ ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായം ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ ഏതൊരു വാക്യം ഞാൻ ഓർക്കുന്നില്ല, ഞാൻ എനിക്ക് പ്രിയമുള്ളവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ് ദൈവം പറയുന്നത്. എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ എന്ത് ചെയ്യുന്നു? ശാസിക്കുന്നു, ശിക്ഷിക്കുന്നു എന്ന്. അപ്പൻ ശിക്ഷിക്കാത്തതായിരിക്കുന്ന മകൻ എവിടെ ഉള്ളൂ എന്ന് എബ്രായ ലേഖനകാരൻ 12-ാം അധ്യായത്തിൽ ചോദിക്കുന്നുണ്ട്.
നിങ്ങൾ വാസ്തവമായിട്ട് ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല എന്ന് പറയുന്ന തരത്തിലേക്ക് അത്രയും കടുപ്പിച്ച ഭാഷ ഉപയോഗിക്കുമ്പോൾ നോക്കുക, യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരു പിതാവാണ് ബാലശിക്ഷ നടത്തുന്നത് എന്ന് തന്നെയാണ്. ഇതൊക്കെ സദൃശവാക്യങ്ങളിൽ ധാരാളം വാക്യങ്ങളുണ്ട്. തന്റെ മകനെ പകയ്ക്കുന്നവൻ, വടി ഉപയോഗിക്കാത്തതായിരിക്കുന്ന ഒരുവൻ തന്റെ മകനെ പകയ്ക്കുന്നു എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ഒരു വ്യക്തി തന്റെ മകനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വടി ഉപയോഗിക്കുന്ന. ഇന്ന് പേടിക്കണമല്ലേ? ഇന്ന് വടി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പേടിക്കണം. ഇന്ന് പണ്ടൊക്കെ സ്കൂളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധ്യാപകരെ പേടിച്ചിരുന്ന വിദ്യാർത്ഥികള് ഇന്ന് നേരെ മറിച്ച് വിദ്യാർത്ഥികളെ പേടിച്ച് ജോലി ചെയ്യാൻ വരുന്ന അധ്യാപകര്. കാലം അങ്ങനെയൊക്കെയാണ്. പക്ഷെ എന്ത് പറയാനാ, നമ്മുടെ ഈ കാലത്ത് മക്കളെ പോലും ശരിയായിട്ടുള്ള നിലയിൽ ശാസിക്കാനോ ശിക്ഷിക്കാനോ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യവും സമൂഹമൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അത് പോകട്ടെ, ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ വചനം പറയുന്നത് നീ നിന്റെ മകനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ അവനെ ശിക്ഷിക്കുമെന്ന് തന്നെയാണ്. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞു വരുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുള്ളതായിരിക്കുന്ന ഈ ദൈവവചനം, അത് മനുഷ്യരിലേക്ക് പകർന്നു കൊടുക്കേണ്ടതിന്റെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ഉദ്ദേശം, അവര് ദൈവവചനത്തിന് അനുസൃതമായിട്ട് ജീവിക്കുക, ദൈവത്തിന് കൊള്ളാവുന്നവരായിട്ട് ജീവിക്കുക, നല്ല നിലയിൽ ജീവിക്കുക, ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് അവർ തീരുക, ദൈവനാമത്തെ ഉയർത്തി കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ ലക്ഷ്യത്തോടു കൂടെ, ആ ലക്ഷ്യത്തിന് വേണ്ടി നാം പ്രസംഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ശാസിക്കേണ്ടി വരും. പക്ഷെ അതിന്റെ എല്ലാം പിറകിലുള്ളതായിരിക്കുന്ന ആ ഒരു മനോഭാവം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ മനോഭാവമാണ്. സ്നേഹത്തോടു കൂടെയാണ് നമുക്ക് അവരെ ആ നിലയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. പൗലോസ് കൊരിന്തിലുള്ളതായിരിക്കുന്ന വിശ്വാസികളുടെ ആത്മീയ പിതാവാണ്. ആ സ്നേഹം അഥവാ ആ പിതാവ് എന്നുള്ള നിലയിലുള്ള ഒരു വൈകാരികമായ ബന്ധം കൊരിന്തിലുള്ള ആളുകളോടുള്ളത് കൊണ്ടാണ് കൊരിന്ത്യ ലേഖനം ഒന്നല്ല രണ്ടല്ല അതിൽ കൂടുതൽ പൗലോസ് എഴുതിയത്. 2 ലേഖനം നമുക്ക് കിട്ടിയിട്ടുള്ളൂ, അതിനൊക്കെ കൂടുതൽ പൗലോസ് എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒന്ന് കൊരിന്ത്യർ 5:9 തോന്നുന്നു. ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പൗലോസ് പറയുന്നുണ്ട്. 5:9 എൻ്റെ വിശ്വാസം. ഞാൻ ഓർക്കുന്നില്ല കൃത്യമായിട്ടുള്ള റെഫറൻസ്. അപ്പോ ഒന്നാം ലേഖനത്തിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിനു മുമ്പ് എഴുതിയിട്ടില്ലേ? അത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. പോട്ടെ. അപ്പൊ ഇത്രയും എഴുത്തുകൾ എന്തിനാ ഈ കൊരിന്ത്യയിലുള്ളതായിരിക്കുന്ന വിശ്വാസികൾക്ക് പൗലോസ് എഴുതിയത്? പൗലോസ് അവരുടെ ആത്മീയ പിതാവാണ്. താൻ അവരെ സ്നേഹിക്കുന്നുണ്ട്. ഒരു ആത്മീയ പിതാവ് എന്നുള്ള നിലയിൽ അവരെ കറക്റ്റ് ചെയ്യാനായിട്ട് തർജ്ജനത്തിന്റെ ഭാഷയാണ് പൗലോസ് പല സ്ഥലത്തും ഉപയോഗിച്ചിട്ടുള്ളത്. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഈ തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നിങ്ങളെ ലജ്ജിപ്പിക്കുവാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളെ നാണിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു സ്നേഹമുള്ളതായിരിക്കുന്ന ഒരു പിതാവിനെ പോലെ ഞാൻ നിങ്ങളോട് ബുദ്ധി പറഞ്ഞ് ഉപദേശിച്ചു തരികയാണ് ചെയ്യുന്നത്. ഒരു സമയത്ത് പൗലോസ് ചോദിച്ചു, ഞാൻ വടി കൊണ്ട് വരണോ നിങ്ങളുടെ അടുത്തേക്കെന്ന്? അല്ലേ? ഞാൻ വടിയും കൊണ്ട് വരണോ നിങ്ങളുടെ അടുത്തേക്കെന്ന്? അതെന്തിനാ അങ്ങനെ ചോദിക്കാൻ കാരണം? തനിക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ്. അപ്പോൾ പ്രസംഗിക്കുമ്പോ ഏത് നിലയിലും ചിലപ്പോൾ നമുക്ക് ശാസനയുടേതായിരിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും അത് സ്നേഹത്തിലായിരിക്കണം അത് ചാലിച്ചെടുക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതിന്റെ വ്യത്യാസം കേൾവിക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ഇദ്ദേഹം എന്നെ കുത്തി പ്രസംഗിക്കുകയായിരുന്നു എന്നൊക്കെ തോന്നാൻ കാരണം? ചില ആളുകൾക്ക് അത് നമ്മൾ ഈ ചില ആളുകൾ മനഃപൂർവ്വമായിട്ട് ചില ആളുകളെ ഉന്നം വെച്ച് തന്നെ പ്രസംഗം, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. നിങ്ങൾക്ക് ആരെങ്കിലും ഒരാളോട് എന്തെങ്കിലും പറയാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ വിളിച്ച് വ്യക്തിപരമായിട്ട് വിളിച്ചു നിർത്തി മാറ്റി നിർത്തി പറയാനായിട്ട് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകണം, അല്ലെങ്കിൽ അതിനുള്ളതായിരിക്കുന്ന ആ ഒരു മനസ്സ് കാണിക്കണം. അതാ ശരിയായ വഴി എന്ന് പറയുന്നത്. അല്ലാതെ ഒരാളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പ്രസംഗത്തിന്റെ സമയത്തല്ല ആ വ്യക്തിയെ ആ സമൂഹത്തിലുള്ളതായിരിക്കുന്ന ആൾക്കാർ മുഴുവൻ ഇന്ന് ഇങ്ങേർക്കിട്ടായിരുന്നു. പ്രസംഗം കഴിയുമ്പോൾ എല്ലാവരും പറയും, ഇന്ന് പുള്ളിയുടെ മെസ്സേജ് ഉണ്ടല്ലോ, മറ്റേ പുള്ളിക്കിട്ടായിരുന്നു. ആരും ചിന്തിക്കില്ല അത് എനിക്കുള്ളതായിരുന്നു എന്ന്. കാരണം വ്യക്തമായിട്ട് ആളുകൾക്ക് മനസ്സിലാവും ഇത് മറ്റേ പുള്ളിക്കിട്ട് താങ്ങിയതാണെന്ന്. അപ്പൊ ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വ്യക്തിപരമായിട്ട് ഒരാളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പ്രസംഗത്തിന്റെ മധ്യത്തിലല്ല പറയാം, അത് വ്യക്തിപരമായിട്ട് തന്നെ പറയുന്നത്. പ്രസംഗത്തിൽ അത് പൊതുവായിട്ടുള്ള നിലയിലുള്ള പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളെ പറയുക എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളതായിരിക്കുന്ന ആളുകളുടെ ആവശ്യം മനസ്സിലാക്കിയും അതിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയും പ്രസംഗിക്കാനായിട്ട് കഴിയണം. പക്ഷെ ചിലപ്പോഴൊക്കെ
ചില ആളുകൾ തെറ്റിദ്ധരിക്കാറുമുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ എൻ്റെ അനുഭവത്തിലുണ്ട്. ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അതായത് ഈ സഹോദര ബന്ധത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞു. സഹോദര ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ നമ്മളെ സഹോദരങ്ങൾ എന്ന് വിളിച്ചിരിക്കുന്നതിന്റെ കാരണം എന്താണ്? ഒരമ്മ പെറ്റ മക്കൾ, അല്ലെങ്കിൽ ഏക ഉദരത്തിൽ പിറന്നതായിരിക്കുന്ന, സഹ ഉദരം എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം. ഒരു ഉദരത്തിൽ പിറന്നതായിരിക്കുന്ന ആളുകൾ എന്നുള്ള ആ നിലയിലാണ് നമ്മളൊക്കെ ആയിരിക്കേണ്ടത്. ആ ഒരു സ്നേഹവും ബന്ധവുമാണ് നമ്മൾ തമ്മിൽ ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ വാസ്തവത്തിൽ ആ ഉദാഹരണം എത്ര കണ്ട ആളുകളുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം ഇന്ന് പലപ്പോഴും ഈ ഒരമ്മയുടെ ഉദരത്തിൽ പിറന്നതായിരിക്കുന്ന ആൾക്കാർ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും കൂടുതൽ അടിയുള്ളത്. സ്വത്തിന്റെ പേരും പറഞ്ഞ്, ഇവിടെ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവം എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല. അപ്പം അങ്ങനെ സ്വത്തിന്റെ പേരിൽ തമ്മിൽ അടിയും ബഹളവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നതായിരിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് ഇങ്ങനെ ഒരു പ്രസംഗത്തിന്റെ മധ്യത്തിൽ പറഞ്ഞു. പ്രസംഗം കഴിഞ്ഞപ്പം ഒരു സഹോദരി വന്നു. സഹോദരൻ ഞങ്ങളെ ഉദ്ദേശിച്ച് തന്നെയാണ് പ്രസംഗിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എന്റെ പൊന്ന സഹോദരി, എന്നെ വിട്ടേറെ. ഞാൻ നിങ്ങളെ കുറിച്ച് യാതൊന്നും അറിഞ്ഞിട്ടില്ല. എനിക്ക് നിങ്ങളെ എന്താ അപ്പോ വന്നപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്തോ എവിടെയോ പ്രശ്നമുണ്ട്. ഞാനിതൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ ഞാൻ പറഞ്ഞതായ കാര്യം സത്യമല്ലേ? കാരണം ഇന്ന് പല സ്ഥലങ്ങളിലും ഈ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവരും അല്ലെങ്കിൽ അവകാശപ്പെടുന്നവരുടെ ഇടയിൽ പോലും ചിലപ്പോൾ അതിനകത്ത് ചിലര് കുറ്റക്കാരായിരിക്കും, ചിലർ നിരപരാധികളായിരിക്കാം. പക്ഷെ ഇന്ന് ലോകത്തിൽ പൊതുവെ കാണപ്പെടുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ് സഹോദരങ്ങൾ തമ്മിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വത്തിന്റെ പേരിലും മറ്റു പല കാര്യങ്ങളുടെ പേരിലൊക്കെ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പല വിഷയങ്ങൾ. ഇപ്പൊ ഞാൻ ഉൾപ്പെട്ടു നിന്നതായിരിക്കുന്ന സഭയില് ഇതുപോലെയുള്ളതായിരിക്കുന്ന ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതിന്റെ പേരിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായി. അതൊക്കെ മറ്റൊരു വിഷയം. ഞാൻ പറഞ്ഞത് ഇതൊക്കെ വളരെ ഗൗരവമായിട്ടുള്ള നിലയിലുള്ളതായിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ ഇതൊക്കെ പലപ്പോഴും സംസാരിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, സ്നേഹത്തിൽ ചാലിച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു ശാസന അത് കേൾവിക്കാർക്ക് എനിക്ക് തോന്നുന്നത് ഒരു പരിധി വരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നാണ്. ഒരാളെ സ്നേഹത്തിൽ ശാസിക്കുന്നതും അല്ലാതെ ശാസിക്കുന്നതും ഒരു പക്ഷേ കേൾവിക്കാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഒരു പ്രസംഗം നന്നാകുന്നത് അത് എത്രമാത്രം ആളുകൾക്ക് രസകരമായിട്ട് തോന്നുന്നു എന്നുള്ളതിലല്ല, ഇനി അനേകരിലേക്ക് കുത്തി പ്രസംഗിക്കുന്നതുമല്ല. ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്. പലപ്പോഴും നമ്മൾ ഈ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങള് എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് തന്നെ പ്രസംഗിച്ചുകൊണ്ടിരുന്നാലുണ്ടല്ലോ, ചില ആളുകൾ ചിന്തിക്കുന്നത് എല്ലാവരെയും കുറ്റം പറഞ്ഞാലാണ് എല്ലാവരും നന്നാവുന്നതെന്നാണ്. നിങ്ങൾ കൊടുക്കുന്നില്ല, നിങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല, നിങ്ങൾ സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോഴാണ്, അങ്ങനെ ആ നെഗറ്റീവായിട്ടുള്ള കുറ്റപ്പെടുത്തുന്ന ഭാഷയിൽ ഇടപെടുമ്പോഴാണ് ആളുകൾ മാറുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ചില ആളുകൾക്ക് എങ്ങനെയോ വന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇതേ കാര്യം തന്നെ നമുക്ക് സ്നേഹത്തിൽ അവതരിപ്പിക്കാനായിട്ട് പറ്റും. പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. നമ്മൾ കുറച്ചുകൂടെ ഇപ്പം ഒരാൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തോടുള്ള ബന്ധത്തിൽ ആരും ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നില്ല എന്നുള്ളതായിരിക്കുന്ന ഒരു കാര്യം പറയുവാണെങ്കിൽ, അത് കൊടുക്കുന്നില്ല നിങ്ങൾ വെറുതെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ കുറേയും കൂടെ ദൈവത്തിന് വേണ്ടി കൊടുക്കാനായിട്ട് ഇടയായി തീർന്നാൽ എത്ര അത് നന്നായിരിക്കും, എത്ര അനുഗ്രഹമായിരിക്കും, എത്ര അത് ദൈവികമായിരിക്കുന്ന അനുഗ്രഹത്തിന് കാരണമായിട്ട് തീരും. ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞ് ആ വിഷയം അവതരിപ്പിച്ചാൽ ഒരുപക്ഷെ കേൾവിക്കാരന് അത് കുറേയും കൂടെ ആ ആശയത്തെ പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റും. വെറുതെ ഇങ്ങനെ ഈ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ ചില ആളുകളുടെ പ്രസംഗങ്ങൾ അങ്ങനെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യാതൊന്നും പോസിറ്റീവായിട്ട് പറയാനായിട്ട് അവരുടെ മനസ്സിലുണ്ടാകില്ല. എല്ലാം ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ പ്രിയമുള്ളവരെ, ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതായിരിക്കുന്ന കാര്യങ്ങൾ കേട്ടിരിക്കാനായിട്ട് ചിലപ്പോൾ നമ്മൾക്ക് വലിയ കുഴപ്പമില്ലായിരിക്കും. പക്ഷെ ഇത് തന്നെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നാണ്ടല്ലോ, കുറച്ചു നേരം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു തരത്തിലും ആ പ്രസംഗം കേൾക്കാനായിട്ട് മനസ്സുണ്ടാവില്ല. നമ്മൾ പ്രസംഗം കേൾക്കില്ല.
അതുകൊണ്ട് സ്നേഹത്തിൽ ഏതൊരു കാര്യവും സ്നേഹത്തിൽ ശാസനയ്ക്കുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അവിടെ പ്രബോധിപ്പിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്, തർജ്ജനം ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എന്നാൽ എല്ലാം സ്നേഹത്തിൽ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അതോടുകൂടി നമ്മളിവിടെ പറയുന്നത് ദീർഘക്ഷമയോടുകൂടെ ചെയ്യണമെന്നാണ് അവിടെ പറയുന്നത്. മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരട്ടെ. ആദ്യം പറഞ്ഞത് ഒരു ദൈവവചനത്തോട് കൂറ പുലർത്തണം. രണ്ട്, അത് സ്നേഹത്തിൽ പറയണം, സ്നേഹത്തിൽ ആ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഒരു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എ സർമൺ ഈസ് സക്സസ്ഫുൾ ഇഫ് ഇറ്റ് ഹാസ് ബീൻ പ്രിപ്പയർഡ് ടു മീറ്റ് എ നീഡ്. ഒരു ആവശ്യത്തെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രസംഗമാണ്. ഒരാവശ്യം എന്ന് പറയുമ്പോൾ നമ്മൾ കേൾവിക്കാരായിട്ടുള്ളതായിരിക്കുന്ന ആളുകളുടെ ആവശ്യത്തെ ഫുൾഫിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ആവശ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആവശ്യം എന്താണെന്നുള്ളത് അറിഞ്ഞ് നാം പ്രസംഗിക്കുന്നതാണ് ഒരു വിജയകരമായിട്ടുള്ള പ്രസംഗം എന്ന് പറയുന്നത്. ആവശ്യത്തെ അറിഞ്ഞ് പ്രസംഗിക്കുക. എന്താണ് ഈ ആവശ്യത്തെ അറിഞ്ഞ് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ? ഞാൻ നേരത്തെയും അതിനെക്കുറിച്ച് പറഞ്ഞു, അതുകൊണ്ട് വിശദമാക്കേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല. ആദ്യത്തെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞതാണ്. ഒരു സഭയുടെ അതുകൊണ്ട് ഒരു കാര്യം കൂടെ നമുക്ക് പ്രത്യേകമായിട്ട് അറിയേണ്ടതുണ്ട്. അത് അറിയാനായിട്ട് സാധിക്കുന്നെങ്കിൽ ഏറെ നന്നായിരിക്കും. നമ്മൾ എവിടെയെങ്കിലും ഒരു സന്ദേശം കൊടുക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുകയാണ്, നമ്മുടെ സഭയിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. ആ സഭയുടെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. മറ്റൊരു സ്ഥലത്താണെങ്കിൽ ഒരുപക്ഷെ ഈ ആളുകളെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് പലപ്പോഴും ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും. എന്താണ്, ഞാൻ പലപ്പോഴും പല സന്ദർഭങ്ങളിലും പല ക്ലാസ്സുകൾ എടുക്കാനായിട്ട് ആളുകൾ ആവശ്യപ്പെടുമ്പം, അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനായിട്ടൊക്കെ ആവശ്യപ്പെട്ട ആളുകൾ വിളിക്കുമ്പം ഞാൻ അവരോട് കൃത്യമായിട്ട് തന്നെ ചോദിക്കാറുണ്ട്, എന്താണ് നിങ്ങളുടെ സഭയുടെ അന്തരീക്ഷം, എന്താണ് അവിടെ ആവശ്യമായിട്ടുള്ളത്? ഏതെങ്കിലും സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാരായിരിക്കുമല്ലോ നമ്മളെ ക്ഷണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരോട് ചോദിക്കും, എന്താണ് അവിടെ ആവശ്യമായിട്ടുള്ളത്, ഏത് തരത്തിലുള്ളതായിരിക്കുന്ന ഒരു സന്ദേശമാണ്, അവിടെ വിശ്വാസികളുടെ ആത്മീയ അവസ്ഥ എന്താണ്? നമുക്കറിയാവുന്ന സാഹചര്യങ്ങളാണെങ്കിൽ അതിനകത്തുള്ള ഏറ്റവും ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് ചിലപ്പോൾ നമുക്ക് സാധിച്ചു എന്ന് വരാം. കാരണം ചില വിശ്വാസികൾ, ചില സഭയിലുള്ളതായിരിക്കുന്ന ചില വിശ്വാസികൾ ചിലപ്പോ ചില കാര്യങ്ങളാൽ ഭാരപ്പെട്ടിരിക്കുന്നവരാകാം, സങ്കടപ്പെട്ടിരിക്കുന്നവരാകാം, ചിലപ്പോൾ രോഗങ്ങളാൽ ഭാരപ്പെട്ടിരിക്കുന്നവരാകാം, സാമ്പത്തികമായിരിക്കുന്ന പ്രയാസങ്ങളാൽ ഭാരപ്പെട്ടിരിക്കുന്നവരാകാം, കുടുംബപരമായിരിക്കുന്ന പ്രശ്നങ്ങളാൽ ഭാരപ്പെട്ടിരിക്കുന്നവരാകാം. അവിടെയൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും എടുത്തു പറഞ്ഞ് ആ കുടുംബത്തിനകത്തുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ എടുത്തു പറഞ്ഞ് അവരെ കൂടുതലായിട്ട് ഭാരപ്പെടുത്താനായിട്ടല്ല, മറിച്ച് അവർ ഏതു തരത്തിലുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങളിലൂടെ കടന്നുപോയാലും അതിന് പരിഹാരമുണ്ട്, നിങ്ങൾക്ക് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ പരിഹാരമുണ്ട്, അതിന് ദൈവം നിങ്ങളെ സഹായിക്കും, ദൈവം അതിന് മാറ്റം വരുത്തും എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ, നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് ആശ കൊടുക്കുക. അതാണ് പ്രബോധനം എന്ന് പറയുന്നത്. പ്രബോധനം എന്ന് പറയുന്ന വാക്ക് ഇംഗ്ലീഷിൽ എൻകറേജ്മെന്റ് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ വ്യക്തിയെ എൻകറേജ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ ഈ പറയുന്ന ഹോമിലറ്റിക്സ് എന്ന് പറയുന്ന വിഷയത്തിന്റെ സാങ്കേതികത്വത്തിലേക്ക് പോകാനായിട്ട് എനിക്ക് സാധിക്കുമെങ്കിൽ പോലും ഞാൻ ഈ ഓഡിയൻസിനെ കണ്ടുകൊണ്ട് എൻ്റെ ആ ചില വിഷയത്തിന്റെ അവതരണത്തിൽ പോലും ഞാൻ മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് എന്തിനാണെന്നറിയാമോ? ആ ഏറ്റവും ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളല്ല ഇവിടെ ആവശ്യമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. അതിന്റെ ഓരോ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കുറെ പോയിന്റുകളൊക്കെ പറഞ്ഞ് നമുക്ക് പഠിച്ച് മനസ്സിലാക്കി പോകാനായിട്ടൊക്കെ ചിലപ്പോൾ സാധിച്ചു എന്ന് വരാം. അങ്ങനെ നമ്മൾ കുറെ തിയറി ഒക്കെ പഠിച്ചു വെച്ചു എന്നുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ആയില്ല. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഈ ബ്രേക്ക് കഴിഞ്ഞ് നമ്മൾ അതിലേക്കാണ് വരുന്നത്. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യം മനസ്സിലാക്കി, സാഹചര്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ പ്രസംഗം തയ്യാറാക്കാനായിട്ട്. അതുപോലെ ചിലപ്പോ ഈ നമുക്കറിയാം, ഈ പുതിയ നിയമത്തിലുള്ളതായിരിക്കുന്ന ലേഖനങ്ങളൊക്കെ, അതൊക്കെ ഒരു പ്രസംഗമൊന്നുമല്ല, ലേഖനങ്ങളാണ്, എഴുത്തുകളാണ്. ഈ ലേഖനങ്ങളൊക്കെ എന്തിനെഴുതിയതാ? ലേഖനങ്ങൾ എഴുതിയതെന്ന് പറയുമ്പോൾ പൗലോസ് വെറുതെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആ സഭ ആർക്കാണോ എഴുതിയത് ആ എഴുത്ത് റിസീവ് ചെയ്യുന്ന, അതിന് വായനക്കാരായിരിക്കുന്ന ആളുകളുടെ ചില ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, അവരുടെ ആത്മീയമായിരിക്കുന്ന ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ വിഷയം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പൗലോസ് അത് എഴുതിയത്, അല്ലേ? ഒരാവശ്യത്തെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്.
ടു ഫുൾഫിൽ എ നീഡ്. അവർക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ കൊരിന്തിലുള്ളതായിരിക്കുന്ന വിശ്വാസികൾക്ക് പൗലോസ് ഈ ലേഖനം എഴുതി എന്തിനാ? ഞാൻ വലിയ അപ്പോസ്തലനാന്ന് കാണിക്കാൻ വേണ്ടിയാണോ? അല്ല. അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഭിന്നത ഉണ്ടായിരുന്നു, സഭയ്ക്കകത്ത് അധാർമികമായിട്ടുള്ള ചില പ്രവർത്തികൾ നടക്കുന്നു, കൃപാവരങ്ങളുടെ ദുരുപയോഗം നടക്കുന്നു, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നടക്കുന്നു, കോടതി വ്യവഹാരം സഭയ്ക്കകത്തുണ്ടാകുന്നു, അല്ലെങ്കിൽ സഭയുടെ അകത്തുള്ള വിശ്വാസികൾ തമ്മിൽ കോടതി വ്യവഹാരം ഉണ്ടാകുന്നു, ഉപദേശപരമായിട്ടുള്ള ഒരു പ്രശ്നം, കർത്താവിന്റെ പുനരുത്ഥാനത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കുന്ന ചിന്താഗതികളും ആശയക്കുഴപ്പവും സഭയ്ക്കകത്തുണ്ടാകുന്നു. ഇതെല്ലാം എന്താ കാണിക്കുന്നത്? ഇതെല്ലാം ആ സഭയുടെ ആവശ്യമായിരുന്നു. ഇതെല്ലാം സഭയുടെ ആവശ്യമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ എഴുത്തെഴുതുന്നത്. ആ ആവശ്യങ്ങളെ സാധിപ്പിക്കുക, ആ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ആ എഴുത്തിന്റെ ലക്ഷ്യം. പത്രോസ് ലേഖനം എഴുതി. എന്തിനായിരുന്നു ലേഖനം എഴുതിയത്? ചിതറിപ്പാർക്കുന്ന എന്ന് പറയും, കുറെ സ്ഥലത്തിന്റെ പേരൊക്കെ പറയുന്നുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ ചിതറിപ്പാർക്കുന്നതായിരിക്കുന്ന വിശ്വാസികൾക്ക്, ദൈവത്തിന്റെ മക്കൾക്കാണ് പത്രോസ് എഴുതുന്നത്. എന്തിനു വേണ്ടിയാ എഴുതിയേ? അവര് വലിയ കഷ്ടതയിലാണ്, അവര് വലിയ ശോധനയിലാണ്. പത്രോസ് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത്, നിങ്ങൾ ഈ കടന്നു പോകുന്നതായിരിക്കുന്ന ഈ അഗ്നിശോധന ഏതെങ്കിലും അപൂർവ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചു എന്ന് ചിന്തിച്ച് അതിശയപ്പെട്ടു പോകരുത്. നാനാ പരീക്ഷകളാൽ നിങ്ങൾ ഇപ്പോൾ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും. നോക്കിയേ, അപ്പൊ പത്രോസിന് ആ സാഹചര്യം എന്താന്നുള്ളത് മനസ്സിലായി. ഈ വായനക്കാർ, താൻ ആർക്കാണോ ഈ എഴുതുന്നത്, അവരുടെ ആവശ്യം എന്താന്നുള്ളത് പത്രോസിന് അറിയാം. അവരുടെ ആവശ്യം എന്താന്നുള്ളത് പത്രോസിന് അറിയാം. അപ്പൊ ആ ദുഃഖത്തിലിരിക്കുന്ന ആൾക്കാർക്ക് ആശ്വാസം ലഭിക്കണം, ആശ്വാസം ലഭിക്കണം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നോക്കിയേ, അതൊക്കെ വായിക്കുന്ന ആ വായനക്കാര് എത്ര ആശ്വാസം അതുകൊണ്ട് അവർക്ക് ലഭ്യമായി. നോക്കി, ഇത് തന്നെയാണ് ഒരു പ്രസംഗത്തിലും നമുക്ക് ചെയ്യാനുള്ളത്. ആകുലപ്പെട്ടിരിക്കുന്ന, ആശങ്കപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന ഒരാളോട് പ്രസംഗിക്കേണ്ടതായിരിക്കുന്ന കാര്യം അതാ. ആ വ്യക്തിയുടെ ആകുലം മാറ്റി ആ വ്യക്തിക്ക് ആശ്വാസം കിട്ടണം. അപ്പോൾ ഒരു പ്രസംഗം എങ്ങനെയാണ് നന്നാകുന്നത്? ഏറ്റവും നല്ല മലയാളത്തിലെ ഏറ്റവും കടിച്ചാൽ പൊട്ടാത്തതായിരിക്കുന്ന വാക്കുകൾ, നമ്മുടെ എന്തുവാ അദ്ദേഹത്തിന്റെ പേര്, മറ്റേ ഈ ശബ്ദധാരാവലിയുടെ, അദ്ദേഹത്തിന്റെ ശബ്ദധാരാവലി ഒക്കെ എടുത്തോണ്ടെന്ന് ആരും ഇന്ന് വരെ കേൾക്കാത്തതായിരിക്കുന്ന, ഈ ബൈബിൾ ഇതല്ല, ഒരു പൊതുവേ ഉള്ള ഒരു മലയാളത്തിന്റെ ഒരു നിഘണ്ടു ഉണ്ടല്ലോ, ഒരു ശബ്ദധാരാവലി എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളത്തിലുള്ള ഏറ്റവും പ്രശസ്തമായിരിക്കുന്ന നിഘണ്ടു. അത് എഴുതി തയ്യാറാക്കിയ ഒരാളുടെ പേര് അതിനകത്തുണ്ട്, ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. ഓക്കെ, അപ്പം ആ നിഘണ്ടു ഒക്കെ എടുത്തുകൊണ്ടെന്ന് അങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. കുറെ കഠിനമായിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞ്, അതാണ് ഒരു നല്ല പ്രസംഗം അല്ല. ഒരു നല്ല പ്രസംഗം, ഒരു പ്രസംഗം വിജയകരമാകുന്നത് എങ്ങനെയാണ്? അത് ഒരു ആവശ്യത്തെ മുൻകണ്ടുകൊണ്ട് അത് സംസാരിക്കാതെ, ആ ശ്രോതാക്കൾക്ക് എന്താണോ ആവശ്യമായിട്ടിരിക്കുന്നത് ആവശ്യം മനസ്സിലാക്കി പ്രസംഗിക്കുന്നതാണ് ഒരു നല്ല പ്രസംഗം എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം, 3 കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, എ സർമൺ ഈസ് സക്സസ്ഫുൾ ഇഫ് ഇറ്റ് ഈസ് സ്പോക്കൺ സോ ഓൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എല്ലാവർക്കും മനസ്സിലാകുന്ന നിലയിൽ പ്രസംഗിക്കുമ്പോഴാണ് ഒരു പ്രസംഗം നന്നാകുന്നത്. ഞാൻ അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമുക്കറിയാം, ഇപ്പൊ പൗലോസ്, ഇപ്പൊ കൊരിന്ത്യ ലേഖനം ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ വാക്യം മാത്രം വായിക്കുക. പൗലോസ് കൊരിന്ത്യയിലുള്ളതായിരിക്കുന്ന വിശ്വാസികൾക്ക് ലേഖനം എഴുതി. പൗലോസിന് എന്താ വല്ല അറിവ് അല്ലെങ്കിൽ ജ്ഞാനം വല്ലതും കുറവുണ്ടായിരുന്ന ആളാണോ? നല്ല അറിവുണ്ടായിരുന്ന ആളാണ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 1 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ഇങ്ങനെ പൗലോസ് പറയുന്നത്. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ, ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ഇനി ഞാൻ അതിന് ബാക്കിയുള്ള വാക്യങ്ങളൊന്നും വായിക്കുന്നില്ല. 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗം പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്
എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ അല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത് എന്നാ പറയുന്നത്. വശീകരണ വാക്കുകളല്ല പൗലോസ് ഉപയോഗിച്ചത്. സാഹിത്യത്തിന്റെ ഏറ്റവും അങ്ങേ അറ്റത്ത് നിൽക്കുന്നതായിരിക്കുന്ന സാഹിത്യ ഭാഷയുമല്ല പ്രയോഗിച്ചത്. പണ്ട് ആരോ പറഞ്ഞതായിരിക്കുന്ന ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു പ്രസംഗം കഴിയുമ്പോൾ ഒരിക്കലും ആ പ്രസംഗകനെ പുകഴ്ത്തി പറയുന്നതല്ല പ്രസംഗകൻ ആഗ്രഹിക്കേണ്ടത്, മറിച്ച് പ്രസംഗിച്ചതായ താൻ ആരെ കുറിച്ചാണോ പ്രസംഗിച്ചത് ആ വ്യക്തിയെ പുകഴ്ത്തുവാനും പ്രശംസിക്കാനായിട്ടും ഇതിന്റെ ശ്രോതാക്കൾക്കിടയാകണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായോ? നമ്മൾ മറ്റുള്ള പ്രസംഗത്തെക്കുറിച്ച്, രാഷ്ട്രീയ പ്രസംഗമൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നാം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഒരു പ്രസംഗകൻ, ഒരു ക്രിസ്തീയ പ്രസംഗകൻ, അവന്റെ പ്രസംഗം കഴിയുമ്പോൾ അവന്റെ കേൾവിക്കാർ എന്ത് പറയണമെന്നറിയാമോ? ഇവൻ ഒന്നാന്തരം മെസ്സേജ് കൊടുക്കുന്നത് എന്ത് നല്ല ശൈലി, നല്ല വാഗ്മിയാണ്, എന്ത് നല്ല വാക്കുകൾ, എന്ത് മനോഹരമായിരിക്കുന്ന ശബ്ദം. ഇതൊന്നും അല്ല ആ കേൾവിക്കാർ പറയേണ്ടത്. അവൻ ആരെ കുറിച്ചാണോ പ്രസംഗിച്ചത് ആ വ്യക്തിയെ കുറിച്ച് പ്രശംസിക്കാനായിട്ടുള്ള നിലയിൽ ആ പ്രസംഗം പോകേണ്ടത്. നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നത് പ്രസംഗത്തിന് തടസ്സമല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, അതൊന്നും അല്ല. ഇപ്പൊ 2 പ്രസംഗകരെ നിങ്ങൾ എടുത്താൽ, ഇംഗ്ലീഷിലുള്ളതായിരിക്കുന്ന 2 പ്രസംഗകരെ ഞാൻ താരതമ്യം ചെയ്താൽ, ഒന്ന് CH സ്പർജൻ, പ്രസംഗികളുടെ പ്രഭു എന്നറിയപ്പെടുന്ന ആളാണ്. മനോഹരമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനകത്ത് വളരെ കാതലായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. നേരെ മറുവശത്ത് DL മൂഡി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹവും അനേക പ്രസംഗങ്ങൾ നടത്തിയ ആളാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രസംഗ ശൈലി എന്ന് പറയുന്നത് നേരെ വ്യത്യസ്തമായിരിക്കുന്ന പ്രസംഗ ശൈലിയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ചതായിരിക്കുന്ന വ്യാകരണ പിശകുകളെ കുറ്റം പറഞ്ഞ് കളിയാക്കിയതായിരിക്കുന്ന അനേക ആൾക്കാരുണ്ടായിരുന്നു. മൂടി എന്ന് പറയുന്ന ദൈവദാസനെ കളിയാക്കിയ, പരിഹസിച്ച അനേക ആൾക്കാരുണ്ടായിരുന്നു. കാരണം മൂടിയുടെ പ്രസംഗത്തിൽ അനേകം വ്യാകരണ പിശകുകൾ ഉണ്ടായിരുന്നു, ഗ്രമാറ്റിക് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. ഈ ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്സ് ഒക്കെ വെച്ചിട്ട് പ്രസംഗിച്ചതായിരിക്കുന്ന മൂടിയെ കുറിച്ചാണ് he has depopulated 1 million people from hell എന്ന് ഒരാള് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. 1 മില്യൺ ആൾക്കാരെ നരകത്തിൽ നിന്ന് വീണ്ടെടുത്തതായിരിക്കുന്ന ആളാണ് DL മൂഡി എന്ന് പറഞ്ഞതിന്റെ കാരണം എന്ന് പറയാം. ഓക്കെ, ഒരു പ്രസംഗം എന്ന് പറയുന്നത് അത് എല്ലാവർക്കും മനസ്സിലാകുന്ന നിലയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു നല്ല പ്രസംഗത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. കർത്താവ് സംസാരിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അല്ലേ? കർത്താവ് എവിടെയെങ്കിലും ഭയങ്കര ആർക്കും മനസ്സിലാകാൻ പറ്റാത്ത നിലയിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? വളരെ ലളിതമായിട്ടുള്ള നിലയിൽ ആൾക്കാർക്ക് മനസ്സിലാകുന്ന നിലയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഒന്നല്ല 2 കാര്യമുണ്ട്, ഒറ്റ വാക്കിൽ മാത്രമേ പറയുന്നുള്ളൂ. അടുത്തത് ഒരു പ്രസംഗം വിജയകരമാകുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ്. ഞാൻ നേരത്തെ അത് പറഞ്ഞു കഴിഞ്ഞു. എ സെർമൺ ഈസ് സക്സസ്ഫുൾ ഇഫ് ഇറ്റ് ഗ്ലോറിഫൈസ് ഗോഡ്. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് ഒരു പ്രസംഗം വിജയകരമാകുന്നത്. ചില പ്രസംഗകർ കയറി നിൽക്കുമ്പോൾ മുതൽ അവരെ അങ്ങ് പ്രശംസിക്കാൻ തുടങ്ങും, അല്ലേ? ആ പ്രസംഗം ആരെ കുറിച്ചാ? അവരെ കുറിച്ചാണ്. ഞാൻ അവിടെ പോയി, ഇവിടെ പോയി, ഇത്ര പേരെ സുവിശേഷം പറഞ്ഞു, ഇത്ര പേരെ സ്നാനപ്പെടുത്തി, ഇത്ര പേരെ ബൈബിൾ പഠിപ്പിച്ചു, ഇന്ന നിലയിലുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പ്രസംഗകനെ തന്നെ ഒന്ന് കുറേയൊക്കെ അങ്ങ് പുകഴ്ത്തി കുറെ കാര്യങ്ങളൊക്കെ അങ്ങ് പറയും. പിന്നെ അവരെ പുകഴ്ത്തും, ഇവരെ പുകഴ്ത്തും. ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാ, അല്ലേ? ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ കല്യാണത്തിന് വിളിച്ച ചെറുക്കന്റെ വീട്ടുകാരെയും പുകഴ്ത്തും, പെണ്ണിന്റെ വീട്ടുകാരെയും പുകഴ്ത്തും, അവിടെയും പുകഴ്ത്തി, ഇവിടെയും പുകഴ്ത്തി, എല്ലാവരെയും പുകഴ്ത്തി കുറെ നേരം സംസാരിക്കും. അപ്പൊ ഈ പുകഴ്ത്തലുകൾ മാത്രമേ നമ്മുടെ ഇടയിൽ പലപ്പോഴും നടക്കുന്നുള്ളൂ. പ്രസംഗം മനുഷ്യരെ പുകഴ്ത്താനുള്ളതല്ല, ദൈവത്തെ പുകഴ്ത്താൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അവസാനമായിട്ട് ഈ കാര്യം കൂടെ പറഞ്ഞു. എ സെർമൺ ഈസ് സക്സസ്ഫുൾ ഇഫ് ഇറ്റ് ചാലഞ്ചസ് പീപ്പിൾ ടു തിങ്ക്. മനുഷ്യരെ ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതാകണം ഒരു നല്ല പ്രസംഗം എന്ന് പറയുന്നത്. അവരുടെ ചിന്തയെ ഒന്ന് ജീവിപ്പിക്കണം. ചത്തു കിടക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് പുനർജീവിപ്പിച്ച് കൊണ്ടുവരണം. ആ പ്രസംഗം കേൾക്കുമ്പോൾ അങ്ങനെയാണോ എന്ന് ചിന്തിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടാകണം. അവിടെയാണ് ഒരു പ്രസംഗകന്റെ ഏറ്റവും വലിയ മിടുക്കെന്ന് പറയുന്നത്. അത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതങ്ങനെ ചിന്തിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ചുമ്മാ 1-2 വാക്ക് പറഞ്ഞാലൊന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പല കാര്യങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കണം. നമ്മൾ ആദ്യം ചിന്തിക്കണം.
പ്രസംഗിക്കുന്നവനാണ് ആദ്യം ചിന്തിക്കേണ്ടത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ പറയേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ആവശ്യമായിട്ടുള്ളത്, എന്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആവശ്യം, ഇതൊക്കെ മനസ്സിലാക്കി വേണം ഒരു വ്യക്തി പ്രസംഗിക്കാനായിട്ട്. അപ്പോ എന്താണ് ഒരു പ്രസംഗത്തെ നല്ലതാക്കുന്നത്, വിജയകരമാക്കുന്നത് എന്നുള്ളത് നമ്മളിപ്പോ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുകയായിരുന്നു. ആ കാര്യത്തെ സാധ്യമാക്കാനായിട്ട് നിങ്ങൾ അത് 5 മിനിറ്റുള്ള പ്രസംഗമാണെങ്കിലും 10 മിനിറ്റുള്ള പ്രസംഗമാണെങ്കിലും സഭയ്ക്കകത്താണെങ്കിലും കൺവെൻഷനിലാണെങ്കിലും വേറെ എവിടെയെങ്കിലും പ്രസംഗിക്കുന്നതാണെങ്കിലും ഒരു പ്രസംഗം വിജയകരമാകണം എന്നുണ്ടെങ്കിൽ, ഒരു ക്രിസ്തീയ പ്രസംഗം വിജയകരമാകണം എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതിനായിട്ട് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.